أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4. ഫോൺ 04952771447. മൊബൈൽ 9895641290. ഇമെയിൽ manavam@gmail.com. MP അബ്ദുസമദ് സമദാനിയുടെ എല്ലാ പ്രഭാഷണങ്ങളുടെയും MP3, VCD, DVD എന്നീ ദൃശ്യ ശ്രാവ്യ സംവിധാനങ്ങളുടെ റെക്കോർഡിംഗ്, നിർമ്മാണം, വിതരണം തുടങ്ങിയവയ്ക്കുള്ള സമസ്ത അവകാശങ്ങളും മാനവം ഓഡിയോ വിഷ്വൽസിൽ നിക്ഷിപ്തമാണ്. അനധികൃതമായി അവ പകർത്തുന്നതും വിൽപ്പന നടത്തുന്നതും ശിക്ഷാർഹമാണ്. ദേശത്തും വിദേശത്തുമുള്ളവർ ഇതൊരു അറിയിപ്പായി പരിഗണിക്കേണ്ടതാകുന്നു. ഇത് മതപ്രസംഗമല്ല. പ്രഭാഷകൻ മതപണ്ഡിതനോ ഉസ്താദോ അല്ല. ശാസ്ത്രം, കല, സാഹിത്യം, ചരിത്രം, സംസ്കാരം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്ന പൊതുവിജ്ഞാനമാണ് ഇതിന്റെ ഉള്ളടക്കം. മനുഷ്യനും മാനുഷികമായതെന്തും ചർച്ച ചെയ്യപ്പെടുന്ന കേവലം പ്രഭാഷണമാണിത്. പ്രവാചക പ്രകീർത്തനമാണിതിലെ മുഖ്യ പ്രമേയം. എവിടെയും ഏതുതരം വേദിയിലും മുഴങ്ങേണ്ടതാകുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിത ചർച്ചകൾ. ജീവിതത്തിന്റെ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബാധ്യതയാകുന്നു വിശ്വാചാര്യൻ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം. മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാഠിന്യത്തിന്റെ ലോകത്ത് കാരുണ്യപ്രകർഷം. പ്രഭാഷണം MP അബ്ദുസമദ് സമദാനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സർവശക്തനായ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന് സ്തുതി. അത്ഭുതകരമായ ഒരു രാവ് നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. അപാരമായ അനുഗ്രഹം പോലെ പരിശുദ്ധമായ ഒരു സദസ്സ്, പവിത്രമായ ഒരു രാവ് ഏതൊരു വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ പേരിലാണോ ഒരുമിച്ച് കൂടുന്നത്, ആ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ മഹത്വം പോലെ മഹത്വപൂരിതമായ സദസ്സ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നാനാഭാഗങ്ങളിൽ നിന്നെത്തിച്ചേർന്ന സഹോദര സഹോദരിമാരുടെ ഹൃദയശോഭ കൊണ്ട് ജാജ്വല്യമാനമാകുന്ന സദസ്സ്. മറ്റെന്തെങ്കിലും അജണ്ടകളില്ല, മറ്റെന്തെങ്കിലും പ്രമേയങ്ങളോ വിഷയങ്ങളോ ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഇല്ല. ഒരേ ഒരു ലക്ഷ്യം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുത്തെ സ്മരിക്കണം, അവിടുത്തെ പ്രകീർത്തിക്കണം, അവിടുത്തെ ചര്യകളെ ഉണർത്തണം, ഓർക്കണം, ഓർമ്മിപ്പിക്കണം.
അവിടുത്തെ മഹത്തായ രാജപാതയുടെ മഹത്വത്തെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. ലോകത്തിന് ഇന്ന് ആവശ്യമായിട്ടുള്ള പരിശുദ്ധ റസൂലിന്റെ കാരുണ്യത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ കാരുണ്യത്തെ ലോകത്തിന്റെ മുമ്പാകെ ശക്തമായി വ്യാപകമായി ഊന്നിപ്പറയണം, അതിനെ പ്രചരിപ്പിക്കണം. റബീഉൽ അവ്വലിന്റെ ഈ രാവിൽ, അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. ലോകം കൂടുതൽ അന്ധകാര നിബിഡമാകുമ്പോൾ, ലോകം കൂടുതൽ മനുഷ്യന്റെ അക്രമങ്ങളാൽ, അവന്റെ ദുഷിച്ച വികാരങ്ങളുടെ പ്രകടനങ്ങളാൽ തമോമയമാകുമ്പോൾ, ഒരാശ്വാസത്തിന്, ഒരു പ്രത്യാശക്ക് ലോകം അവിടുത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ കാരുണ്യമാണ് അവിടുന്ന് ലോകത്തിന് ചൊരിഞ്ഞേകിയത് എന്ന് നാം ഓർക്കാൻ കടപ്പെട്ടവരാണ്. ജീവിതം വഴിമുട്ടുമ്പോൾ, ജീവിതത്തിനുള്ള വെളിച്ചം ഒന്നൊന്നായിട്ട് കെട്ടുപോകുമ്പോൾ, ജീവിതത്തിന് ലഭിക്കേണ്ട പ്രകാശം മനുഷ്യൻ സ്വയം തന്നെ തല്ലിക്കെടുത്തുമ്പോൾ, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രവാചക സ്നേഹത്തിന്റെ ശോഭ പരത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമാണ് രക്ഷാമാർഗം, അത് മാത്രമാണ് മനുഷ്യന്റെ മുമ്പിലുള്ള മോക്ഷമാർഗം. വിജയത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്കൊരു പാത, പരിശുദ്ധ റസൂലിങ്കലേക്കൊരു പാത സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സ് മദീനയാകുന്ന രാവാണിത്. റൗള ഷരീഫിനെ വട്ടമിട്ട് പറക്കുന്ന പ്രാവിന്റെ ചിറകടിയൊച്ച മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ മുഴങ്ങുന്ന നേരമാണിത്. ബാബുസലാമിലൂടെ അകത്ത് കയറി പരിശുദ്ധ റൗളയിലേക്ക്, മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ റൗള ഷരീഫിലേക്ക് നിറഞ്ഞ കണ്ണോടെ, കഥനഭാരം നിറഞ്ഞ ഹൃദയത്തോടെ, ലക്ഷോപലക്ഷവും കോടാനുകോടിയും ഗമിക്കുമ്പോൾ, ആ മഹത്തായ സന്ദർഭത്തെ ഹൃദയത്തിൽ വഹിക്കേണ്ട നേരമാണിത്. ഇത് പരിശുദ്ധ റസൂലിന്റെ തിരുസദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഗാംഭീര്യവും, ഈ പ്രശാന്തതയും, ഈ മനോഹാരിതയും, ഈ സർവത്ര ശാന്തിയും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവ്യക്തിത്വത്തോട് ബന്ധപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ പരിശുദ്ധ റസൂലിന്റെ ഓർമ്മകളെ സ്ഥാപിച്ച് അല്ലാഹുവെ സ്തോത്രം ചെയ്ത്, അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ട്, അവനെ ശുക്ർ ചെയ്തുകൊണ്ട്, അവന്റെ ഏകത്വത്തെ വാഴ്ത്തിക്കൊണ്ട്, അവനോട് പ്രാർത്ഥനാനിരതമായ ഹൃദയത്തോടെ അവന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തിന്റെ പേമാരിയെ സൃഷ്ടിച്ചുകൊണ്ട്, ചൊല്ലുന്ന ഓരോ വാക്കും സ്വലാത്തായി, ചുണ്ടിന്റെ ഓരോ മന്ത്രവും സ്വലാത്തായി. ദിൽ മേ ഇഷ്ഖേ നബി കി ഹോ ऐसी लगन, दिल में इश्क़ नबी की हो ऐसी लगन, यूं तड़पते रहे दिल में चलता रहे, दिल में इश्क़ नबी की हो ऐसी लगन, यूं तड़पते रहे दिल में चलता रहे. ഹൃദയങ്ങളിൽ പരിശുദ്ധ നബിയുടെ സ്നേഹം നിറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അധർമ്മത്തിന്റെ ഇരുട്ടിനെ തോൽപ്പിക്കാൻ, അജ്ഞതയുടെ ഇരുട്ടിനെ തോൽപ്പിക്കാൻ, അക്രമത്തിന്റെ ഇരുട്ടിനെ തോൽപ്പിക്കാൻ, അന്യായത്തിന്റെ ഇരുട്ടിനെ തോൽപ്പിക്കാൻ ഹൃദയങ്ങൾക്കൊരു ശോഭ പകരണം. അത് പരിശുദ്ധ മുഹമ്മദിന്റെ ശോഭയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. दिल में इश्क़ नबी की हो ऐसी लगन, यूं तड़पती रहे दिल में चलता रहे. ഹൃദയം ജ്വലിക്കണം പുണ്യ നബിയോടുള്ള സ്നേഹത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹൃദയം ജ്വലിക്കണം, ആത്മാവ് പെടയണം പരിശുദ്ധ മുഹമ്മദിന്റെ ഓർമ്മകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. जिंदगी का मजा है कि हर सांस से या മുഹമ്മദ് മുഹമ്മദ് നികൽത്താ രഹേ. ജീവിതത്തിന്റെ രസമെന്ന് പറയുന്നത്, ജീവിതത്തിന്റെ അനുഭൂതി എന്ന് പറയുന്നത് ഓരോ ശ്വാസത്തിലും മുഹമ്മദിന്റെ നാദം മുഴങ്ങണം സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അത് മാത്രമാണ് ലോകത്തിന്റെ മുമ്പിലുള്ള രക്ഷാമാർഗം. ലോകത്ത് ഇരുട്ട് വരികയാണ്. പല രീതിയിലുള്ള ചൂഷണങ്ങൾ, പല രീതിയിലുള്ള അക്രമങ്ങൾ. മനുഷ്യത്വം അസ്തമിച്ചു പോകുമ്പോൾ, മാനവിക മൂല്യങ്ങൾ തളർന്നു പോകുമ്പോൾ അതിനെ ഉദ്ധരിച്ചുകൊണ്ടല്ലാതെ ഈ ലോകത്ത് മാനവരാശിയുടെ സുരക്ഷിതത്വമോ സ്വാതന്ത്ര്യമോ നമുക്ക് നിലനിർത്താൻ കഴിയുകയില്ല എന്ന് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരും സകല മതങ്ങളിൽ ഉൾപ്പെട്ട വിശ്വാസികളും ഒരുപോലെ പറയുന്ന കാര്യമാണ്. മനുഷ്യത്വത്തെ ഉണർത്തണം. മനുഷ്യൻ നിലനിൽക്കേണ്ടത് കാരുണ്യത്തിന്റെ പേരിലാണ്. ആ കാരുണ്യത്തെ ഉണർത്തണം. ഉജാല ജിസ്കാ ഹൈ ദോ ജഹാൻ മേ वो मेरे आका की रोशनी है. രണ്ട് ലോകത്തും കാണുന്ന വല്ല പ്രകാശവും ഉണ്ടെങ്കിൽ അതെന്റെ യജമാനനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയിലൂടെ കൈവന്ന പ്രകാശമല്ലാതെ മറ്റെന്താണ്? ഉജാല ജിസ്കാ ഹേ ദോ ജഹാൻ മേ ഓ മേരെ ആകാ की रोशनी है. ഈ രണ്ട് ലോകത്തും കാണുന്ന പ്രകാശം അവിടുന്നിലൂടെ ലഭിച്ച പ്രകാശമല്ലാതെ മറ്റെന്താണ്? ആണുങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു, പെണ്ണുങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു. തൊഴിലാളിയോട് കൂലി കൊടുക്കാത്തവനും കരുണ കാട്ടാത്തവനും നാളെ പരലോകത്ത് കഠിന ശിക്ഷയ്ക്ക് വിധേയനാകുമെന്ന് അവിടുന്ന് ഉണർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയുടെ നാരായ വേരറുക്കാൻ, സാമ്പത്തിക ചൂഷണത്തെ വിഭാടനം ചെയ്യാൻ അവിടുന്ന് ഏറ്റവും വലിയ മഹത്തായ പരിശ്രമത്തിന് നേതൃത്വം നൽകി. മദ്യപാനത്തെ തിന്മയെന്ന് കണക്കാക്കി അതിനെ തിന്മയായി സ്ഥാപിക്കുകയും ഏറ്റവും വലിയ കുറ്റങ്ങളിലേക്കുള്ള കവാടമായി മദ്യപാനത്തെ ലോകത്തിന് അവിടുന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഏറ്റവും വലിയ കുറ്റമായിട്ട് മദ്യപാനത്തെ പരിചയപ്പെടുത്തി അവതരിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം പോലുള്ള അക്രമങ്ങൾക്കെതിരെ അവിടുത്തെ ഏറ്റവും വലിയ അധ്യാപനങ്ങൾ ലോകത്ത് ഉണർന്നു നിന്നു. മക്കയിൽ സത്യപ്രബോധനത്തിന്റെ പേരിൽ അവിടുത്തെ അനുയായികൾ വലിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോ, ഏറ്റവും വലിയ ദണ്ഡനങ്ങൾ, താടനങ്ങൾ, പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നപ്പോ, പാവപ്പെട്ട ഒരു സഹാബി, ഒരുപാട് സഹിച്ചു മടുത്ത ഒരു സഹാബി പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാണ് ഇതിനൊരു അറുതി വരിക ദൈവദൂതരെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ കഷ്ടപ്പാടുകൾ എന്നാണ് അവസാനിക്കുക? ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന്, മദ്യപിക്കരുത് എന്ന് പഠിപ്പിച്ചതിന്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടരുത് എന്ന് ഉദ്ബോധിപ്പിച്ചതിന്, പലിശ ചൂഷണമാണ് എന്ന് വിളംബരം ചെയ്തതിന്, കറുത്തവനെ അകറ്റരുത്, കറുത്തവനും വെളുത്തവനും ഇടയിൽ വ്യത്യാസമില്ലെന്ന ലോക തത്വത്തെ, മനുഷ്യ തത്വത്തെ, വിശ്വസത്യത്തെ ഉദ്ഘോഷിച്ചതിന്, മനുഷ്യരെ ഒന്നായി കൂട്ടിച്ചേർത്തതിന്, മാനവ സമത്വം പ്രയോഗവൽക്കരിച്ചതിന്, സാമ്പത്തിക ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിലകൊണ്ടതിന്, സ്ത്രീക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വത്തവകാശം നൽകിയതിന്, മനുഷ്യ സ്വഭാവത്തിലെ തിന്മകളെ നീക്കം ചെയ്ത്
അവിടെ മുഴുവൻ നന്മയുടെ പ്രകാശം പരത്താൻ നേതൃത്വം കൊടുത്തതും അങ്ങാണ് നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഇത്ര വലിയ കഷ്ടപ്പാടുകൾ ഈർച്ചവാളുകൊണ്ട് ഈർന്നു പോകുന്ന അവസ്ഥാവിശേഷം ചില സഹാബികൾക്ക്, ചിലരെ ചാട്ടവാറടി കൊണ്ട്, ചിലരുടെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചഴക്കുന്ന ശിക്ഷ. സത്യത്തിന്റെ ശത്രുക്കൾ അത്ര കൊടിയ പാതകങ്ങൾ പരിശുദ്ധ റസൂലിന്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി പോയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്നാണ് ഒരു അറിവ് വരിക? എന്നാണ് ഈ കഷ്ടപ്പാടുകൾ അവസാനിക്കുക? എന്നാണ് ഒരു മോചനമുണ്ടാവുക? അതിന് ലോകഗുരു, വിശ്വാചാര്യൻ, വിശ്വവിമോചകൻ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, എല്ലാം അവസാനിക്കും. ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് നിങ്ങൾ മോചനം തേടും. ഈ മർദ്ദനങ്ങൾ നടത്തുന്നവർ തന്നെ ഈ ലോകത്ത് അടിയറവ് പറയേണ്ടി വരും. എല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ, സ്വൈരമായ സത്യപ്രബോധനത്തിന്റെ അന്തരീക്ഷം ലഭ്യമാകും. നിങ്ങൾ സ്വതന്ത്രരാകും. ഒരു പെൺകുട്ടി ഒറ്റക്ക് ഈ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമെന്നും പരിശുദ്ധ റസൂൽ. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ചോദ്യത്തിൽ എവിടെയും പെണ്ണിനെ കുറിച്ചൊരു പരാമർശമേ ഇല്ല. ആ സഹാബിയുടെ ചോദ്യത്തിന്റെ 4 അയലത്ത് പോലും സ്ത്രീയെ കുറിച്ചൊരു ചോദ്യമില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്നാണ് അവസാനിക്കുക എന്ന് മാത്രമാണ് ചോദ്യം. പക്ഷേ മറുപടിയിൽ വന്നു, ഈ വഴിക്കൊരു പെണ്ണ് ഒറ്റക്ക് സഞ്ചരിക്കും, ഒരാണ് തുണയില്ലാതെ. ഏത് രാവും പകലും ഒരു പെണ്ണിന് സഞ്ചരിക്കാവുന്ന ഇടമായിട്ട് ലോകം മാറുമ്പോൾ മാത്രമാണ് മനുഷ്യൻ സംസ്കാര സമ്പന്നനാകുന്നതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് ഒരു പെൺകുട്ടിയെ തലസ്ഥാന നഗരിയിൽ എത്ര ക്രൂരമായി, എത്ര ബീഭത്സമായി, എത്ര മനുഷ്യത്വമില്ലാതെ കൈകാര്യം ചെയ്തത് നമുക്കറിവുള്ള കാര്യമാണ്. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആഹ്വാനം ചെയ്യാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിക്കാതെ ഡൽഹിയിലെ ജനങ്ങൾ തെരുവിലിറങ്ങി. സിംഗപ്പൂരിലെ മരണശയ്യയിൽ കിടന്ന് പെറ്റ തള്ളയായ മാതാവിന്റെയും ഉടപ്പറപ്പായ ആങ്ങളയുടെയും മുഖത്ത് നോക്കി എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ ഓർത്തുകൊണ്ടാണ് ഇവിടെയുള്ള ഈ സദസ്സ് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പ്രകീർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പേരറിയാത്ത ആ പെൺകുട്ടിക്ക് ഈ സദസ്സ് സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂരമായി വേട്ടയാടപ്പെട്ട പെണ്ണായി പറന്നു എന്ന ഒറ്റ കാരണത്തിന് അക്രമികൾ ചവച്ചു തുപ്പി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു സ്ത്രീ ജന്മം. അത് ഡൽഹിയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതൊരൊറ്റപ്പെട്ട സംഭവവുമല്ല. ദൈനംദിനം എന്നോണം ലോകത്ത്, നമ്മുടെ രാജ്യത്ത് അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലം മനസ്സിൽ വെച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഓർത്തു പോകും ആ ചോദ്യവും ആ മറുപടിയും. എന്നാണ് ദൈവദൂതരെ ഈ കഷ്ടപ്പാടുകൾക്കൊരവസാനമുണ്ടാവുക? എല്ലാം അവസാനിച്ച് ഭംഗിയായി ഒറ്റക്കൊരു പെണ്ണ് ഈ വഴിക്ക് സഞ്ചരിക്കുമെന്ന മറുപടിയിൽ നിന്ന് ലോകത്തിനൊരുപാട് പഠിക്കുവാനും പകർത്തുവാനുമുണ്ട്. സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അടയാളം സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം സ്ത്രീ അനുഭവിക്കുന്ന സുരക്ഷിതത്വമാണ്. ഇന്ന് സകല പരസ്യപലകയിലും പെണ്ണാണ്. ഏത് വിഷം നിറഞ്ഞ പാനീയവും വിറ്റഴിക്കാൻ ഒരു തൊലി വെളുപ്പുള്ള പെണ്ണിനെ ഒരു പരസ്യപലകയിൽ വരച്ചു വെച്ചാൽ മതി, ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ മതി. സ്ത്രീ ഇന്ന് വെറും ഉപകരണമാണ്, പരസ്യത്തിന്റെ ഉപകരണം. വലിയ വലിയ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്കും ചെറിയ ചെറിയ ആളുകൾക്കും
അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒന്നാം തരം വിൽപ്പന ചരക്കാണ് സ്ത്രീ. അതിലപ്പുറം സ്ത്രീക്ക് വിലയില്ല. സ്ത്രീയുടെ ആത്മാവിന് വിലയില്ല, സ്ത്രീയുടെ വ്യക്തിത്വത്തിന് വിലയില്ല, സ്ത്രീയുടെ ജീവന് വിലയില്ല, അവളുടെ അഭിമാനത്തിന് വിലയില്ല. കേരളക്കരയിൽ അടുത്ത കാലത്തായിട്ട് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മെ പേടിപ്പിക്കുന്ന സത്യം, ഒരു പെൺകുട്ടിക്ക് സ്വന്തം മാനം കാക്കാൻ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവർ പാർക്കുന്ന സ്വന്തം വീടിന്റെ മേൽക്കൂരക്കകത്ത് പോലും അവൾ ഉറക്കളച്ച് കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. മാനം കാക്കാൻ പുറത്തല്ല, അങ്ങാടിയിലല്ല. മനുഷ്യൻ എവിടെ എത്തിയിരിക്കുന്നു? മനുഷ്യൻ എന്ത് പറ്റി? എന്താണ് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ? പണിശാലയിലല്ല, പാഠശാലയിലല്ല, തെരുവിലല്ല, ചന്തയിലല്ല, സ്വന്തം വീടിന്റെ മേൽക്കൂരക്ക് ചുവട്ടിൽ, സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവർ പാർക്കുന്ന മേൽക്കൂരക്ക് ചുവട്ടിൽ രാത്രി തന്റെ മാനം കാക്കാൻ, രാത്രി മാത്രമല്ല പകലിലും പെണ്ണ് പാടുപെടേണ്ടി വരുമ്പോ ദിൽ മേ ഇഷ്ഖേ നബി കി ഹോ ഐസി ലഗൻ, दिल में इश्क़ नबी की हो ऐसी लगन, यूं तड़पती रहे दिल मचलता रहे. ഒരു ബോധം മനുഷ്യന് ആവശ്യമാണ്, ഒരു ധർമ്മബോധം ആവശ്യമാണ്. ഈ ഭൂലോകത്തെ സകല സ്ത്രീകളെയും പെങ്ങന്മാരായിട്ട് കാണാനുള്ള ഒരു സാഹോദര്യബോധം ആവശ്യമാണ്. അതുകൊണ്ട് സംസ്കാരത്തിന്റെ അടയാളം കുറെ കോളേജുകൾ ഉയർന്നു പൊങ്ങുന്നതിലല്ല, കുറെ പരസ്യ പലകകളിൽ പെണ്ണിനെ വരച്ചു വെക്കുന്നതിലുമല്ല, മറിച്ച് ഏത് പാതിരാത്രിയിലും ഏത് അങ്ങാടിയിലൂടെയും ഏത് ജനത്തിരക്കുള്ള തെരുവിലൂടെയും ഒരു പെണ്ണിന് ഒറ്റക്ക് സഞ്ചരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് മനുഷ്യത്വവും മനുഷ്യ സംസ്കാരവും ലോകത്ത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ. അതാണ് ആ സംഭവത്തിന്റെ വലിയ പാഠം. ഒരു സഹാബി പോയിട്ട് മർദ്ദൻ എന്നാണ് അവസാനിക്കാന്ന് ചോദിക്കുക. ചോദ്യത്തിൽ പെണ്ണിനെ കുറിച്ചൊന്നും പറയാതിരിക്കുക, മറുപടി പറയുമ്പോൾ അതിൽ സ്ത്രീയെ കുറിച്ച് പറയാം. അങ്ങനെ വേണം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാൻ. ജിന്ദഗി കാ മസാ ഹൈ കെ ഹർ സാൻസ് സേ യാ മുഹമ്മദ് മുഹമ്മദ് നികൽതാ രഹേ. ഓരോ ശ്വാസത്തിൽ നിന്നും പരിശുദ്ധ റസൂലിന്റെ പേരിന്റെ ഒരു വിളി വരുമ്പോ യാ മുഹമ്മദ് മുഹമ്മദ് മേ കഹ്താ രഹാ, എന്റെ നബിയുടെ പേര് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നൂർ കെ മോത്തിയോ കി ലഡി ബൻ ഗയി, ഓരോ പേരും പ്രകാശത്തിന്റെ ഒരു മുത്തുമണിയായി എന്റെ നബിയുടെ പേര് എന്റെ ചുണ്ടുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങിയപ്പോ ഓരോ മുഹമ്മദ് എന്ന പേരും പ്രകാശത്തിന്റെ ഒരു മുത്തായി. या मुहम्मद मुहम्मद मैं कहता रहा, नूर के मोतियों की लड़ी बन गई, आयतों से मिलाता रहा आयते, आयतों से मिलाता रहा आयते. ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിലേക്ക് മറ്റു ആയത്തുകൾ ചേർത്ത് വെച്ച് നോക്കുമ്പോഴോ അത് പരിശുദ്ധ റസൂലിന്റെ പ്രകീർത്തനമായിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. जो भी आंसू बहे मेरे महबूब की, എന്റെ ഹബീബായ നബി എപ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞ് കരഞ്ഞുവോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ദുഃഖിതനായിരുന്നു അധിക സമയവും എന്ന് സഹാബത്ത് അറിയിക്കുന്നുണ്ട്. ഈ ലോകത്തെ പലപ്പോഴും വ്യസനത്തിലും കഥനത്തിലുമായിരുന്നു ലോകനായകൻ വിശ്വാചാര്യൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലിന്റെ ഓരോ കണ്ണീരിന്റെ തുള്ളിയും സബ്കെ സബ് അബ്ര റഹ്മത്ത് ബൻ ഗയി, ഓരോന്നും റഹ്മത്തിന്റെ മേഘമായി. നബിയുടെ കണ്ണീര് പെയ്തു ഇറങ്ങിയപ്പോ അത് കാരുണ്യത്തിന്റെ മഴവർഷമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റക്കൊരു പെണ്ണ് സഞ്ചരിക്കുന്നു പറയുന്നത് പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലത്താണ്. ഈ ലോകം ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പോക്ക് പോയാൽ നാം എവിടെ എത്തുമെന്ന് ഗൗരവത്തോടു കൂടി കാണേണ്ടിയിരിക്കുന്നു. മദ്യപാനം പോലുള്ള, സ്ത്രീകളോടുള്ള അക്രമം പോലുള്ള ദുഷ്പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത്
നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നബിയുടെ മുടി നബി ഒന്ന് ചീകി വെച്ചപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യ റസൂലിന്റെ മുടി ചുമലിലേക്ക് ഇറങ്ങുമായിരുന്നുവെന്ന് ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത്രക്ക് സൗന്ദര്യമുള്ള പുണ്യമാക്ക ആ ശരീരത്തിന്റെ സകല ഭാഗങ്ങളും സുന്ദരം, സകല ഭാഗങ്ങളും സമ്പൂർണം. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മദ്ഹ് പറയുകയാണെങ്കിൽ അവിടുത്തെ കുറിച്ച് പറയാം, അവിടുത്തെ തിരുചര്യയെ കുറിച്ച് പറയാം, അവിടുന്ന് കൊണ്ടുവന്ന സന്ദേശത്തെ കുറിച്ച് പറയാം, അവിടുന്ന് സൃഷ്ടിച്ച വിപ്ലവങ്ങളെ പരിവർത്തനങ്ങളെ കുറിച്ച് പറയാം, അവിടുത്തെ രാജപാതയെ കുറിച്ച് പറയാം, അവിടുത്തെ മദീനയെ കുറിച്ച് പറയാം, അവിടുത്തെ മക്കയെ കുറിച്ച് പറയാം, അവിടുത്തെ പുണ്യമാക്കപ്പെട്ട തിരുനോട്ടത്തെ കുറിച്ച് പറയാം, അവിടുത്തെ പുരികക്കൊടിയെ കുറിച്ച് പറയാം, അവിടുത്തെ നെറ്റിത്തടത്തെ കുറിച്ച് പറയാം, അവിടുത്തെ മനോഹരമായ ചുണ്ടുകളുടെ ശോഭയാർന്ന മിന്നലാട്ടത്തെ കുറിച്ച് പറയാം, അവിടുത്തെ മനോഹരമായ സ്വരധാരയെ കുറിച്ച് പറയാം, അവിടുത്തെ അതിഗംഭീരമായ നടത്തത്തെ കുറിച്ച് പറയാം, അവിടുത്തെ മന്ദഹാസത്തെ കുറിച്ച് പറയാം. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അവിടുന്ന് കോതിയിട്ടപ്പോ അവിടുത്തെ മുടി താഴേക്ക് വീണപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു രാത്രി വന്ന പോലെയായി. അത്രക്ക് കറുത്തിരുണ്ട മുടി വന്നപ്പോൾ അതൊരു രാവിന്റെ സൗന്ദര്യമായി. ജബ് തബസ്സും കിയാ ചാന്ദ്നി ബൻ ഗയി. നബി ചിരിച്ചപ്പോൾ അത് നിലാവുമായി. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. പ്രവാചകർക്കിടയിലെ അസാധാരണത്വത്തിന്റെ ഉടമയായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന നടത്തി അല്ലാഹുവിനോട്, അല്ലാഹുവേ, നീ അവർക്കിടയിൽ ഒരു ദൂതനെ നിയോഗിക്കണമേ. ഇത് കാത്തിരുന്ന പ്രവാചകൻ, ഇത് പ്രതീക്ഷിക്കപ്പെട്ട വിമോചകൻ, ഇത് ലോകം മുഴുവൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ലോകനായകനെ അൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുജ്തബ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇബ്രാഹിം നബി പറഞ്ഞു, അല്ലാഹുവേ, ഒരു പ്രവാചകനെ നിയോഗിക്കണമേ. എല്ലാം തികഞ്ഞ ഒരു സമ്പൂർണ്ണനെ, എല്ലാ മഹത്വങ്ങളും തികവാർന്ന മികവാർന്ന ഒരു പരിപൂർണനെ മുഹമ്മദ് മുസ്തഫ. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു തന്റെ ജനതയോട്, ഇസ്രായേൽ സമൂഹമേ, ഞാൻ നിങ്ങൾക്കിടയിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവദൂതനാണ്. മുമ്പ് വന്ന തൗറാത്തിനെ സ്ഥാപിച്ച് സത്യവൽക്കരിക്കുന്നവനും പിന്നാലെ വരുന്ന അഹ്മദ് എന്ന പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വൃത്താന്തം അറിയിക്കുന്നവനുമാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വന്നു നോക്കുമ്പോഴോ അട്ടഹസിക്കുന്ന ഒരു സ്വഭാവമില്ല. ഇന്ന് എല്ലാവർക്കും അട്ടഹാസത്തിന്റെ, ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിമർപ്പിലാണ്. പണമുള്ളവർക്ക് പണത്തിന്റെ മിന്നലാട്ടം, പദവിയുള്ളവർക്ക് പദവിയുടെ മിന്നലാട്ടം. ഓരോരുത്തരും ഓരോരോ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ കിടന്ന് ഉള്ള കാലം ഭൂമിയിൽ ജീവിച്ച് തിമർത്താടുമ്പോ ഓർക്കണം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസ്സിലൽ അഹ്സാൻ. നബി വളരെ ദുഃഖിതനായിരുന്നു.
പുണ്യ റസൂൽ വളരെ വ്യസനിക്കുന്ന വ്യക്തിത്വമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വ്യസനത്തിന്റെ മേൽ സ്വലാത്ത് വർഷിക്കണമേ അല്ലാഹ്. ദായിമുൽ ഫിക്ര, നബി വളരെയേറെ ചിന്തിച്ചിരിക്കുന്ന, ആലോചിച്ചിരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. എപ്പോഴും ചിന്താ നിമഗ്നനായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസത് ലഹു റാഹത്തുൻ, ഒരു വിശ്രമിക്കാത്ത, ഒരു ഒഴിവുമില്ലാത്ത, എപ്പോഴും ആലോചനയിൽ മുങ്ങിപ്പോകുന്ന പ്രകൃതമായിരുന്നു ലോകനായകന്റെ പ്രകൃതം. ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, ഇഹലോകത്തെക്കുറിച്ച്, അതിലേറെ പരലോകത്തെക്കുറിച്ച്, മനുഷ്യന്റെ ഗതിയെക്കുറിച്ച്, അവനെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കേണ്ട വിശ്വദൗത്യത്തെക്കുറിച്ച്, നരകാഗ്നിയുടെ പിടുത്തത്തിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിക്കാനുള്ള തിടുക്കവുമായി, അതിനുള്ള അഭിലാഷവുമായി, അതിനുള്ള അടങ്ങാത്ത ത്വരയുമായി, തൃഷ്ണയുമായി പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അധികവും മൗനിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹളം വെക്കുന്ന പ്രകൃതമില്ല, ഒച്ചപ്പാടിന്റെ ഘോഷങ്ങളില്ല, ശബ്ദഘോഷത്തിന്റെ അന്തരീക്ഷമില്ല. മൗനിയായിരുന്നു ദീർഘവേളകളിലും പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യതകല്ലമു ഫീ ഗൈറി ഹാജ, ആവശ്യം വരുമ്പോഴല്ലാതെ അവിടുന്ന് സംസാരിക്കാറുണ്ടായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. എന്നിട്ടും അവിടുന്ന് പുഞ്ചിരി തൂകുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേക്കാൾ പുഞ്ചിരി തൂകുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, അത്രയേറെ പുഞ്ചിരിക്കുന്ന മറ്റൊരു മുഖം ഞാൻ കണ്ടിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. മാ കാന ലഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സുമ, പക്ഷേ അവിടുത്തെ ചിരി ഒരു പുഞ്ചിരിയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അട്ടഹസിച്ച് ചിരിക്കുമായിരുന്നില്ല. ചിരി എന്നാൽ ഒരു മന്ദഹാസം, ഒരു മൗന മന്ദഹാസം. ലോകത്തിന്റെ നേതാവിന് ചേർന്ന പോലെ, വിശ്വത്തിന്റെ വിമോചകന് ചേർന്ന പോലെ, ആചാര്യരുടെ ആചാര്യന് ചേർന്ന പോലെ, മനുഷ്യ കുടുംബത്തിന്റെ തിരുനായകന് ചേർന്ന പോലെ, സത്യവും സമത്വവും സ്വാതന്ത്ര്യവും മാത്രമല്ല ധാർമ്മികതയും നൈതികതയും ആത്മീയതയും പഠിപ്പിക്കാൻ വന്ന ഒരു ലോകഗുരുവിന് ചേർന്ന പോലെ, സർവോപരി അല്ലാഹുവിന്റെ ഖലീലായ ഹബീബായ റസൂലിന് ചേർന്ന പോലെ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നഹ്വാ തുജ്സ ഹസീൻ തെരേ ഖസം തെരേ ബാദ്, നബിയെ അങ്ങ് തന്നെ സത്യം, അങ്ങയെ പോലെ ഒരു സുന്ദരൻ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല, അങ്ങേക്ക് മുമ്പും ഉണ്ടായിട്ടില്ല. നഹ്വാ തുജ്സ ഹസീൻ തെരീ ഖസം തെരേ ബാദ്, ഹുസ്നെ പായാ നഹായ ഖഹശം തെരേ ബാദ്, സൗന്ദര്യത്തിന് ഇത്ര വലിയ ഒരു കേന്ദ്രത്തെ അങ്ങേക്ക് ശേഷം വേറെ കിട്ടിയിട്ടില്ല നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുലി വസുൽഫ് തോ പഹലി ഹസീൻ രാത് ഹുവി, ആദ്യത്തെ രാത്രി ഉണ്ടായത് അങ്ങയുടെ വാർമുടിയിൽ നിന്നല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നസ്റെ വോ ഉഠി തോ തഖ്ലീഖ് കായിനാത് ഹുവി, അങ്ങയുടെ തിരുനോട്ടത്തിന്റെ ബർക്കത്തിലല്ലയോ അല്ലാഹു ഈ ലോകത്തെ സൃഷ്ടിച്ചതും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഏക് രാത് ചറാഗാ ഹുവാ ജമാനെ മേ ഹം ഹാമി ഹോ ഗയേ ഷാമിൽ ദിയേ ജലാലെ മേ, നബി വന്നതോടുകൂടി ലോകത്ത് മുഴുവനും വിളക്കുകൾ തിളങ്ങുകയായി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരിശുദ്ധ റസൂലിന്റെ മദ്ഹുകളിൽ നാം പലപ്പോഴും ആവർത്തിച്ച് ഉദ്ധരിക്കാറുള്ളതാണ് ഹസ്രത്ത് ഹക്കീമെ ഉമ്മത്ത് അല്ലാമ ഇഖ്ബാലിനെ. പുണ്യ നബിയുടെ പേര് കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് കരഞ്ഞതിന്, മദീന എന്ന് കേൾക്കുമ്പോഴേക്ക് ശരീരം തളർന്നു പോയതിന്,
സലാത്തിൽ ജീവിക്കുകയും അതിൽ മരണപ്പെടുകയും ചെയ്തതിന് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ പുണ്യനബിയുടെ പേര് പോയിട്ട് മദീന എന്ന് പോലും പറയാൻ ബന്ധുക്കൾ ആ മനുഷ്യന്റെ സന്നിധിയിൽ പേടിച്ചിരുന്നതിന് കാരണം മദീന എന്ന് കേട്ടാൽ പിന്നെ മണിക്കൂറുകളോളം ആത്മനിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. 2 വട്ടമേശ സമ്മേളനങ്ങളിൽ പോയി പങ്കെടുക്കുകയും വിശ്വമഹാകവി എന്ന അമരസ്ഥാനത്ത് ലബ്ധപ്രതിഷ്ഠനാവുകയും ദാർശനികൻ എന്ന പേരിൽ ലോകത്ത് ഖ്യാതി നേടുകയും ചെയ്ത അല്ലാമ ഇഖ്ബാലിനെ പഠിച്ചാൽ സൂക്ഷ്മമായിട്ട് പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇഖ്ബാലിന്റെ അഗ്നി മഹബ്ബത്തുർ റസൂലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് ആരൊക്കെ മഹത്വം പ്രാപിച്ചുവോ അവരെല്ലാം പുണ്യനബിയുടെ സ്നേഹത്തിന്റെ അകമ്പടിയോടെ അതിന്റെ പിൻബലത്തിലാണ് മഹത്വത്തിന്റെ പടവുകൾ കയറിപ്പോയിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ വരികൾ കേൾപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളേറെ ആലോചിക്കണം, ഗൗനിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ്. ഇഖ്ബാൽ പറയുകയാണ്, ഫാർസി ഭാഷയിൽ പേർഷ്യൻ സൗന്ദര്യമൂറുന്ന കവിതയിൽ അല്ലാമ ഇഖ്ബാൽ ചോദിക്കുകയാണ്, ഈ ലോകം നമ്മളോട് ചെയ്തതെന്തെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ആധുനിക ലോകം, ഈ യാന്ത്രിക ലോകം, ഈ പരിഷ്കാരത്തിന്റെ ലോകം നമ്മളോട് ചെയ്തതെന്തെന്ന് നിങ്ങൾക്കറിയുമോ? മുസ്തഫാന്റെ സൗന്ദര്യത്തിൽ നിന്ന്, മുസ്തഫാന്റെ അഴകിൽ നിന്ന്, മുസ്തഫാന്റെ വ്യക്തിത്വത്തിൽ നിന്ന്, മുസ്തഫയുടെ ചര്യയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചതാണ് ഈ ലോകം നമ്മോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഹസ്രത്ത് ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാൽ. ഇത് വല്ലാത്ത ഒരു 2 വരിയാണ്. ഈ 2 വരിയിൽ സകലവും അടങ്ങി. മുസ്തഫാന്റെ സൗന്ദര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചതാണ് ആധുനിക ലോകം നമ്മോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഹസ്രത്ത് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ കവിത എന്നെ കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും ഹൃദയഭിത്തിയിൽ എഴുതി വെക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കൾക്ക്, പുതിയ തലമുറക്ക് പുതിയ ബിരുദങ്ങൾ, പുതിയ കോഴ്സുകൾ, പുതിയ സംസ്കാരം, പുതിയ ജീവിത രീതികൾ, പുതിയ പൊങ്ങച്ചങ്ങൾ, പുതിയ പ്രഹസനങ്ങൾ, പുതിയതായ ഒരുപാട് ആക്രമണങ്ങൾ, തലച്ചോറിനേക്കുള്ള ആക്രമണങ്ങൾ, ഹൃദയത്തിലേക്ക് എരച്ചു കയറുന്ന സാംസ്കാരിക മലിനീകരണങ്ങൾ. ഈ ആധുനിക ലോകം നമ്മോട് എന്ത് ചെയ്തു എന്ന് നിനക്കറിയുമോ? മുസ്തഫയുടെ സൗന്ദര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു. അതാണ് ഈ കാലഘട്ടം, ഈ ലോകം നമ്മോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തിരുനബിയുടെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 വരി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതാം. ഈ 2 വരിക്ക് തഫ്സീർ എഴുതുകയാണെങ്കിൽ ഒരുപാട് എഴുതാം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. രാവിലെ എണീറ്റാൽ മാത്രമല്ല, സാധിക്കുമെങ്കിൽ ദിവസേന 5 നേരം പല്ല് തേക്കുന്നത് ഉത്തമമാണെന്ന് പരിശുദ്ധ മുസ്തഫ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. എന്റെ സമൂഹത്തിന് വിഷമകരമാകും, പ്രയാസകരമാകുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദിവസേന 5 നേരം എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിർബന്ധ പ്രാർത്ഥനയുടെ വേളയിൽ ഞാൻ അവരോട് പല്ല് ബ്രഷ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നൊരു ഹദീസ് ഉണ്ട്. ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസിവാക്. ഞാനത് നിർബന്ധമായിട്ട് വെച്ചാൽ എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഏറ്റവും ഉത്തമം രാവിലെ ഒരു നേരം മാത്രമല്ല, പുലരാ നേരത്ത് ഉണരുമ്പോ മാത്രമല്ല, സാധിക്കുമെങ്കിൽ ദിവസേന 5 തവണ 5 നേരത്തെ നിർബന്ധ പ്രാർത്ഥനയുടെ വേളകളിൽ പല്ല് വൃത്തിയാക്കുന്നത് ഉത്തമമാണ്. മനുഷ്യ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യമാണെന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ പാശ്ചാത്യ സംസ്കാരം എന്ത് പഠിപ്പിച്ചു? പാശ്ചാത്യ സംസ്കാരം പകർത്തുന്നവർ ഇന്ന് എന്ത് കൊണ്ട് നടക്കുന്നു? രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കാതെ കാപ്പി കഴിക്കണം, ചായ കഴിക്കണമെന്ന് പഠിപ്പിച്ചു. അതിനൊരു ഓമന പേരിട്ടു, ബെഡ് കോഫി. ബെഡ് കോഫി എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരുന്നിട്ട് ബെഡിലിരുന്ന് കഴിക്കുന്ന കോഫി, ബെഡ് കോഫി. പല്ല് തേക്കാതെ
വൃത്തിയാക്കാതെ കുറച്ച് സമയം ഉറങ്ങിക്കിടന്ന മനുഷ്യന്റെ വായിൽ ബാക്ടീരിയ പോലുള്ള വിഷാംശങ്ങൾ ശേഖരിക്കപ്പെടുമെന്നും ചില സമയത്ത് 2 വറ്റ് അയിലാക്കിയിട്ട് നല്ലോണം വെള്ളമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വെള്ളം ചലിപ്പിച്ചിട്ട് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞാൽ ആ വറ്റ് തിന്നുന്ന കോഴി ചിലപ്പോൾ ചത്തുപോകുമെന്നും ശാസ്ത്രം പറയുന്നു. അത്രമാത്രം ബാക്ടീരിയ ഉറങ്ങിക്കിടന്ന മനുഷ്യന്റെ വായിൽ വരെ. ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു പല്ല് തേക്കുന്നതിലെ കാര്യം. ഈ കാലഘട്ടം നമ്മോട് ചെയ്തതെന്തെന്ന് നിനക്കറിയുമോ? അത് മുസ്തഫാന്റെ സൗന്ദര്യത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചതാണ്. മുസ്തഫയുടെ സൗന്ദര്യം ലോകത്ത് ജീവിക്കുവാനുള്ള വെളിച്ചമാണ്, അത് മുന്നോട്ട് പോകുവാനുള്ള പ്രകാശമാണ്, ദൈനംദിന ജീവിതത്തിലേക്കുള്ള പ്രകാശമാണ്. കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, ലോകത്തെങ്ങനെ പെരുമാറണം, മനുഷ്യരോടെങ്ങനെ പെരുമാറണം, അയൽപക്കക്കാരനോടെങ്ങനെ പെരുമാറണം, സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോട് മാത്രമല്ല എല്ലാ മനുഷ്യരോടും എങ്ങനെ സഹോദര്യത്തിൽ വർത്തിക്കണം, ആകാശത്തിന് താഴെ എങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കണം. എന്താണ് വർഗീയത എന്നൊരു ചോദ്യം പരിശുദ്ധ റസൂലിനോട് ചോദിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം കാര്യങ്ങൾക്ക് പോലും അവിടുന്ന് ശരിയായ നിർവചനവും വ്യാഖ്യാനവും നൽകി. ഇന്ന് ലോകത്തെയും നമ്മുടെ രാജ്യത്തെയും പലപ്പോഴും അലട്ടുന്ന മാറാവ്യാധിയായിട്ട് വർഗീയത മാറുമ്പോ, അറബിയിലെ അസബിയത്ത് എന്നാണ് വർഗീയതക്ക് പറയാ. 1500 കൊല്ലം മുമ്പ് അതേ ചോദ്യമാണ് ഒരു സഹാബി ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് അസബിയത്ത്? അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ കമ്മ്യൂണാലിസം, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ വർഗീയത. എന്താണ് ദൈവദൂതരെ വർഗീയത എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായിട്ട് പറഞ്ഞു, സ്വന്തം ജനതയുടെ അക്രമത്തെ സഹായിക്കുന്നതാണ് വർഗീയത എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്യുന്നവൻ സ്വന്തം കൂട്ടപ്പെട്ട ആളാണെങ്കിൽ, സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ, സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആൾ യാതൊരു പ്രശ്നവുമില്ല. മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ അത് വലിയ തെറ്റായി. ആ തെറ്റ് ചെയ്ത ആളുടെ സമുദായം നോക്കിയിട്ട് തെറ്റിനെ വിശദീകരിക്കുക, തെറ്റിനെ വിധി കൽപ്പിക്കുക. സ്വന്തം സമുദായത്തിൽപ്പെട്ടവനാണ് കുറ്റം ചെയ്തതെങ്കിൽ, സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവനാണ് കുറ്റം ചെയ്തതെങ്കിൽ ആ കുറ്റത്തിന്റെ ഗൗരവം മായ്ച്ചു കളയുക, അതിനെ വളരെ നിസ്സാരമാക്കിയിട്ട് കാണുക. ഞാൻ ഇഷ്ടപ്പെടുന്നത് അക്രമിയായ ഭരണാധികാരിയല്ല, നീതിമാനായ നേതാവിനെയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിലയുറപ്പിക്കണം. ആ നീതിയുടെ ഭാഗത്ത് നിൽക്കുമ്പോ ആ നിലപാട് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾക്കെതിരാണെങ്കിലും ഉറ്റവർക്കെതിരാണെങ്കിലും നിങ്ങൾ നീതി മുറുകെ പിടിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ ദേശീയതയുടെ തിളക്കമാർന്ന അടയാളവുമായ ഈ നാട് നൊന്ത് പ്രസവിച്ച അതിന്റെ ധീരന്മാരായിട്ടുള്ള സന്താനങ്ങളിൽപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹത്തിന്റെ പത്രമായ അൽ അമീന്റെ മുദ്രാവാക്യമായി സ്വീകരിച്ചിരുന്നത് ഈ പരിശുദ്ധ ഖുർആന്റെ സൂക്തമായിരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്കും സ്വന്തക്കാർക്കും എതിരായിരുന്നാൽ പോലും നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുക. പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഈ ആയത്താണ് അബ്ദുറഹ്മാൻ സാഹിബ് അൽ അമീൻ എന്ന തന്റെ പത്രത്തിന്റെ മുദ്രാവാക്യമായിട്ട് സ്വീകരിക്കുകയും അത് പത്രത്തിൽ ദിനേന എന്നോണം അച്ചടിച്ച് അതിന്റെ വായനക്കാരുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്ത് അക്രമത്തിന് പകരം അന്യായത്തിന് പകരം നീതി കൊണ്ടുവരാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഉണർത്തി. സ്ത്രീകളോട് നീതി കാണിക്കണമെന്ന് പഠിപ്പിച്ചു. കുട്ടികളോടും വൃദ്ധ മാതാപിതാക്കളോടും ഏറ്റവും വലിയ നീതിബോധത്തോടു കൂടി പെരുമാറണമെന്ന് പഠിപ്പിച്ചു. കരുണയാണ് ലോകത്തിന്റെ മന്ത്രമെന്ന് പഠിപ്പിച്ചു. നീ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം എങ്കിൽ ആകാശത്തുള്ള ദൈവം നിന്നോടും കരുണ കാണിക്കുമെന്ന് ഒരു തിരുവചനത്തിലൂടെ പരിശുദ്ധ ദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. യതീമിനെ അങ്ങേയറ്റം സഹായിക്കണം, സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു.
എനിക്ക് മനസ്സിന് സംഘർഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പുണ്യ റസൂലിനെ സമീപിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ടെൻഷൻ. ഇന്ന് മനുഷ്യന്മാരുടെ മിക്കവരുടെയും പ്രശ്നം ടെൻഷനാണ്. ലോകത്ത് മിക്ക രോഗങ്ങളും ഇന്നുണ്ടാകുന്നത് ടെൻഷനിൽ നിന്നാണ്. എന്തായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ അതിന് നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരം? സല്ലല്ലാഹു അലൈഹി വസല്ലം കാഠിന്യത്തിന്റെ ലോകത്ത് കാരുണ്യ പ്രകർഷം നാം ചർച്ച ചെയ്യുമ്പോ, കാഠിന്യവും പാരുഷ്യവും നിറഞ്ഞ ഒരു ലോകത്ത് കാരുണ്യം എങ്ങനെ സാക്ഷാത്കരിക്കണമെന്ന് ആലോചിക്കുമ്പോ, കരുണ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് അവശരോടും ദുർബലരോടുമാണെന്ന ലോക തത്വത്തെ നാം മനസ്സോട് ചേർത്ത് പിടിക്കുമ്പോ പുണ്യ റസൂലിന്റെ ഈ ചര്യകൾ ഏറ്റവും പ്രസക്തമായി തീരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടിയായിട്ട് ആ മനുഷ്യനോട് പറഞ്ഞത്, നീ യതീമിനെ, അനാഥയെ പോയിട്ട് ചെന്ന് കണ്ടെത്തിയിട്ട് അവന്റെ ശിരസ് തലോടണം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് ചോറ് കൊടുക്കണം എന്ന് പോലുമല്ല. യതീമിന് അന്നം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ്, ഈ ഒരു സംശയമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സംഘർഷമുള്ള വ്യക്തിക്ക് ടെൻഷനിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നിർദ്ദേശിച്ച മറുപടി അവന് അന്നം വാങ്ങിക്കൊടുക്കണമെന്നല്ല, യതീംഖാനക്ക് സംഭാവന കൊടുക്കണമെന്നല്ല. യതീംഖാനക്ക് സംഭാവന കൊടുക്കാൻ പലർക്കും കഴിഞ്ഞേക്കാം. പക്ഷേ അവരിൽ എത്ര പേർക്ക് കുളിക്കാതെ ഒരു പക്ഷേ മുഷിഞ്ഞ് വയർത്ത് കുളിച്ച് ചളി പുരണ്ട വളരെ പാവപ്പെട്ട ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട യതീം കുട്ടിയുടെ അത്രയൊന്നും വൃത്തിയോ സുഗന്ധമോ ഇല്ലാത്ത തലമുടിയിലൂടെ തന്റെ വിരല് വായിക്കാൻ എത്ര പേർക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെ എങ്ങനെ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ ചില മക്കളെ മാതിരി മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ചെലവിന് വക കൊടുക്കാം, പക്ഷെ അവരെ നോക്കാൻ തയ്യാറില്ല. മാതാപിതാക്കൾക്ക്, അച്ഛനമ്മമാർക്ക് വേണമെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി അവരെ ആക്കിയിട്ട് അവരവിടെ പാർപ്പിച്ചിട്ട് അവിടെയുള്ള മുഴുവൻ ചെലവും വഹിക്കാൻ മക്കൾ തയ്യാറാണ്. മക്കൾക്ക് പണമുണ്ട്, സൗകര്യമുണ്ട്. പക്ഷെ മക്കൾ ഒന്നിനു മാത്രം തയ്യാറല്ല, ഈ പാവപ്പെട്ട വൃദ്ധനെ സ്വന്തം വീട്ടിൽ പോറ്റാൻ തയ്യാറില്ല, അവിടെ കടത്താൻ തയ്യാറില്ല, അവിടെ അയാൾ പാർക്കാൻ പോലും അനുവദിക്കില്ല. പുറത്താക്കിയത് കൊണ്ടാണ് അയാൾ വൃദ്ധസദനത്തിൽ പോയി. കേരളത്തിലെ എത്രയോ വൃദ്ധസദനങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയുള്ള പേക്കോലങ്ങളെ കണ്ടിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞ് കരയുന്നവരെ കണ്ടിട്ടുണ്ട്. ഐസ് കട്ട പോലെ ഘനീഭവിച്ച ദുഃഖമായിട്ടിരിക്കുന്ന പാവപ്പെട്ട അമ്മയെ, പാവപ്പെട്ട അച്ഛനെ, പാവപ്പെട്ട ബാപ്പയെ, പാവപ്പെട്ട ഉമ്മയെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ മക്കളുണ്ട്. ആ മക്കളെ പറ്റി പറയുമ്പോഴേക്ക്, ചോദിക്കുമ്പോഴേക്ക് അവരുടെ കണ്ണുകൾ നിറയും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെൻഷൻ മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ച മരുന്ന് ഒന്നാന്തരം മരുന്നാണ്. യതീമിനെ പോയിട്ട് അവന്റെ ശിരസ് തലോടുക. തലോടുന്ന മനുഷ്യന്റെ ടെൻഷൻ മാറിക്കിട്ടുമെന്ന് മാത്രമല്ല, തലോടുന്ന പാവപ്പെട്ട കുട്ടിക്ക് ഒരു പിതാവിന്റെ ലാളന അവന്റെ ശിരസിൽ അവൻ അല്പസമയത്തേക്കെങ്കിലും അനുഭവിക്കും. അത് കാണുകയാണ്, അതിനെ പ്രതീക്ഷിക്കുകയാണ് ലോകഗുരു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. യതീമായി ജീവിച്ച റസൂലാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിന് സംഘർഷമുണ്ടോ, മനസ്സിന് പ്രയാസമുണ്ടോ, മനസ്സിന് ദുഃഖങ്ങളുണ്ടോ, ഇറക്കി വെക്കേണ്ട സങ്കടങ്ങളുണ്ടോ എങ്കിൽ നീ തെരഞ്ഞു പോയിട്ട് കണ്ടെത്തണം ഒരനാഥ ബാലനെ, ഒരനാഥ ബാലികയെ, പാവപ്പെട്ട യതീം കുട്ടിയെ ചെന്ന് കണ്ട് അവളുടെ തലമുടിയിലൂടെ നിന്റെ കൈവിരലുകൾ തലോടിയാൽ നിന്റെ മനസ്സംഘർഷം മാറിക്കിട്ടുമെന്ന് പഠിപ്പിക്കാൻ ഈ ലോകത്തേക്ക് വന്നണഞ്ഞ മുത്തായ യതീമല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി. അതിൽ വാദപ്രതിവാദത്തിനും തർക്കത്തിനൊന്നും യാതൊരു സ്കോപ്പുമില്ല. അത് മനസ്സിലാക്കിയവർക്ക് ഈ ദീൻ മനസ്സിലായി. ഇസ്ലാം എന്ന് പറയുന്ന ദീൻ മുഴുവനും പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിനീതൻ
എന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ച വേറെ ചില പാഠങ്ങളുണ്ട്. അതിലൊരു പാഠം, എത്രയും പെട്ടെന്ന് മനുഷ്യന് ഈമാന്റെ ചൈതന്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം സിദ്ധൌഷധം എന്താണെന്നറിയോ? രോഗങ്ങൾക്കുള്ള ഒന്നാന്തരം മരുന്ന് അത് മഹബ്ബത്തുർ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിന്റെ സ്നേഹമാണ്, റസൂലുള്ളാഹിന്റെ പ്രകീർത്തനമാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, റസൂലുള്ളാഹിന്റെ അപദാനങ്ങളാണ്, റസൂലുള്ളാഹിന്റെ ഓർമ്മകളുമാണ്. ആ ഓർമ്മകളിൽ ഒരുവന്റെ കണ്ണ് നിറഞ്ഞു പോയാൽ അയാൾ പിന്നെ ഒരു വലിയ വലിയന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. അയാൾക്ക് പിന്നെ വേറെ ഒരു സംഗതിയും ആവശ്യമില്ല. അവന് പിന്നെ മറ്റു വഴികൾ താണ്ടേണ്ട കാര്യമില്ല. അവന്റെ നബി അവന്റെ ഹൃദയത്തിൽ ഒരു കുടികെട്ടി പാർത്താൽ അവൻ രക്ഷപ്പെട്ടു പോയി, അവൻ അവസ്ഥയിലേക്ക് എത്തിപ്പോയി. അത് അല്ലാഹു അംഗീകരിച്ച മാർഗമാണ്, അത് അല്ലാഹു ഉയർത്തിപ്പറഞ്ഞ മാർഗമാണ്. ഈ ലോകത്ത് പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നാം തുടങ്ങിയത്. എനിക്ക് ജീവിക്കണമെന്ന് അമ്മയോട് പറഞ്ഞ ഡൽഹിയിലെ പാവപ്പെട്ട പെൺകുടി നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ നമ്മളുടെ കയ്യിലൊന്നുമില്ലല്ലോ. ഈ പുണ്യനബിയുടെ പ്രകീർത്തനങ്ങളല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തീവണ്ടിയിൽ നിന്ന് ചവച്ചു തുപ്പിയിട്ട് എറിയപ്പെട്ട സൗമ്യ എന്ന പെൺകൊടി നിന്റെ കണ്ണീരിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഈ പുണ്യപ്രവാചകന്റെ ഓർമ്മകളല്ലാതെ സ്ത്രീത്വത്തിന്റെ സംരക്ഷക, സ്ത്രീത്വത്തിന്റെ വിമോചക, സ്ത്രീത്വത്തിന്റെ ആചാര്യനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അറേബ്യ ദേശത്ത്. അയാൾക്ക് ഏറ്റവും വലിയ ഇമ്പമുള്ള കാര്യം വ്യഭിചാരമായിരുന്നു. ഇന്നും ചിലർക്ക് ഏറ്റവും ഇമ്പമുള്ള കാര്യം അതായതുപോലെ അയാൾക്ക് വ്യഭിചരിക്കണം. ജീവിതത്തിലാകെ ഒരു രസമുള്ളത് അയാൾക്ക് വ്യഭിചാരമാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് മുഹമ്മദ് നബിയോട് വിരോധമില്ല, ആ മാർഗത്തോടും ദീനിനോടും വിരോധമില്ല, പക്ഷേ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് വ്യഭിചരിക്കാൻ ഒരു അനുമതി ചോദിച്ചുകൊണ്ട് അയാൾ ഒരു ദിവസം കടന്നു വന്നു പരിശുദ്ധ റസൂലിന്റെ സദസ്സിലേക്ക്. ഈ ലോകത്ത് വ്യഭിചാരത്തിന്റെ സംസ്കാരം നിറയുമ്പോ, വ്യഭിചാര ഒരു കൾച്ചറാണ്, വ്യഭിചാര ഒരു പ്രവൃത്തിയല്ല, അതൊരു സംസ്കാരമാണ്. വ്യഭിചരിക്കാത്ത ആളുകളും വ്യഭിചാരത്തിന്റെ സംസ്കാരത്തെ വളർത്തുന്നുണ്ടാവും. കാണുന്ന ചിത്രങ്ങളിൽ, കേൾക്കുന്ന ഗാനങ്ങളിൽ, പരത്തുന്ന സംസ്കാരങ്ങളിൽ. ബൈബിളിൽ വ്യഭിചാരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. വഴിമാറി നടക്കുക എന്നാണ് വ്യഭിചാരത്തെ കുറിച്ച് ബൈബിളിലുള്ള പരാമർശം. വളരെ ശരിയാണ്, അത് വഴിമാറി നടക്കലാണ്. നേർവഴിക്ക് പോകുന്നതിന് വഴിമാറി നടക്കലാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വ്യഭിചരിക്കാൻ അനുമതി തരുമോ? അത്രേ ആവശ്യമുള്ളൂ. ഞങ്ങളെ മതം ഞാൻ സ്വീകരിച്ചോളാം, നിങ്ങളുടെ കൂടെ ഞാൻ കൂടിക്കോളാം, ഒരനുമതി തരുമോ? അള്ളാഹുവിന്റെ റസൂൽ അയാളെ സൂക്ഷിച്ചു നോക്കിയിട്ട് അയാളോട് ഇരിക്കാൻ പറഞ്ഞു. നോക്കണം, പാപിയെ ശുദ്ധീകരിക്കുന്ന രീതി നോക്കണം. ഇത് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. അയാളോട് ദേഷ്യം പിടിച്ച് അയാളെ ഇറക്കി വിട്ട് അയാളെ ശിക്ഷിക്കാൻ വേണ്ടി ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇവനെ പിടികൂടി ഇവനെ പിടിച്ചു കെട്ട് എന്നൊന്നും പറയാൻ വന്നതല്ല അല്ലാഹുവിന്റെ തിരുദൂതർ. ഇത് രോഗിയെ ചികിത്സിക്കാൻ വന്നവനാണ്. യേശുക്രിസ്തു ലേവി എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ കൈ പിടിച്ച് നടക്കുമ്പോ സമൂഹത്തിലെ മുതലാളിമാര് ചോദിച്ചു യേശുവിനോട്, ഇവനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ? ഈ അധമരിൽ അധമൻ, ഈ പാവങ്ങളിൽ പാവപ്പെട്ടവൻ, ഈ താഴ്ന്നവരിൽ താഴ്ന്നവൻ, ഈ ഐത്തക്കാരിൽ ഐത്തക്കാരനായ ലേവിയല്ലാതെ ആരെയും നിനക്ക് കിട്ടിയില്ലയോ എന്ന് യേശുക്രിസ്തുവിനോട് ഈസാ നബിയോട് ചോദിച്ചപ്പോ യേശുക്രിസ്തു മറുപടി പറഞ്ഞു, രോഗിക്കല്ലേ വൈദ്യന്റെ ആവശ്യമുള്ളത് എന്ന്. രോഗിക്കാണ് വൈദ്യന്റെ ആവശ്യമുള്ളത്. ഈ ലോകത്തെ ഏറ്റവും വലിയ വൈദ്യന്മാർ പ്രവാചകന്മാരാണ്. അലൈഹിമുസ് സ്വലവാത്ത് വത്തസ്ലീമാത്ത് വത്തഹിയ്യാത്ത്. അതിലേറ്റവും വലിയ ലോക വൈദ്യനാകുന്നു പരിശുദ്ധ റസൂൽ. ചികിത്സിക്കാൻ വന്ന ലോക ബിഷഗ്വരൻ, വിശ്വബിഷഗ്വരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന ശേഷം ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ വ്യഭിചരിക്കാൻ പോകുന്ന വ്യക്തി, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ചോദിക്കട്ടെ,
നിങ്ങളുടെ പെങ്ങളെ കയറി ആരെങ്കിലും വ്യഭിചരിച്ചാലോ? ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അയാൾ പതുങ്ങിക്കൊണ്ടിരുന്നു. പുത്രിയെ, മാതാവിനെ, അതിനൊക്കെ തന്നെ അയാൾ നിഷേധത്തിൽ മറുപടി പറഞ്ഞു, ഞാൻ അനുവദിക്കില്ല, ഞാൻ അനുവദിക്കില്ല, ഞാൻ അവനെ അനുവദിക്കില്ല. എങ്കിൽ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മനുഷ്യന്റെ നെഞ്ച് തടവി കൊടുത്ത ശേഷം ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു, ഈ മഹത്വമാർന്ന സദസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ്യഭിചാരം, ഇവിടുന്ന് മടങ്ങി പോകുമ്പോഴോ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടതും വ്യഭിചാരമെന്ന് പരിശുദ്ധ റസൂലിന്റെ തിരു സദസ്സിനോട് വിട പറഞ്ഞു പോകുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, महबूब की महफिल को महबूब सजाते हैं, महबूब की महफिल को महबूब सजाते हैं, आते हैं वही जिनको अल्लाह बुलाता है, दामान करीमी की वसात को जरा देखो, दामान करीमी की वसात को जरा देखो, मुझ जैसे निकम्मे को कमली में छुपाते हैं, महबूब की महफिल को. ലോകത്തിന്റെ സ്നേഹനിധിയായ പുണ്യനബിയുടെ സദസ്സിനെ മെഹബൂബ് സജാത്തെ ഹൈ. ആ റസൂലിന്റെ സ്നേഹനിധികളല്ലാതെ മറ്റാരാണ് പുണ്യ റസൂലിന്റെ സദസ്സിനെ അലങ്കരിക്കാൻ വരിക? സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇസി ആസ് മേ ജീതാ ഹൂം കഹ ദേ കോയി ആകർ, ഞാനൊരാശയിൽ ജീവിക്കുകയാണ്. ഇസിയാസ് മേ, ഈ ഒരാശയിൽ മേ ജീതാ ഹൂം കഹ ദേ കോയി ആകർ, ആരെങ്കിലും വന്നിട്ട് എന്നോട് പറയുമായിരിക്കും, ചൽ തുജ്കോ മദീനെ മേ അല്ലാഹ ബുലാതാ ഹൈ, നീ നടക്ക് മദീനയിലേക്ക്, അല്ലാഹുവിന്റെ ഒരു ക്ഷണം നിനക്ക് വന്നിരിക്കുന്നുവെന്ന് എന്നോട് വന്ന് ആരെങ്കിലും പറയുമെന്ന ഒരാശയിൽ ഞാൻ ജീവിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും മക്കയിലും മദീനയിലും എത്തിക്കുമാറാകട്ടെ. അല്ലാഹ് കെ ഖസാനോं के मालिक है नबी सरवर, अल्लाह के खजानों के मालिक है नबी सरवर, അല്ലാഹുവിന്റെ ഖജനാവുകളുടെ ഉടമസ്ഥനല്ലയോ നബി ചക്രവർത്തി. വലിയ വലിയ വർത്തമാനങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും വെറും കവിതയായിട്ട് കാണരുത്. അല്ലാഹുവിന്റെ ഖജനാവുകൾ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ ഒക്കെ ഒരു ഉടമസ്ഥൻ പരിശുദ്ധ റസൂലാണ്. അവിടുന്ന് തന്നെ കിട്ടണം, വേറെ എവിടുന്ന് കിട്ടൂല, വേറൊരു വഴിയില്ല. ഒറ്റ വാതിലേ ഉള്ളൂ അല്ലാഹുവിങ്കലേക്ക്, ഒറ്റ കവാടം, അത് മദീനയിലാണ്. രണ്ട് വാതിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ വാതിലും പോയി മുട്ടാമായിരുന്നു. യെ സച്ച് നയാസി ഹം സർക്കാർ കെ ഖാത്തെ ഹേ, പുണ്യ റസൂലിന്റെ പേരിലാണ് നമ്മൾ ഈ സത്യത്തെ ഉൾക്കൊള്ളുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ നബിയുടെ ജനനത്തിന്റെ സാഹചര്യത്തിലേക്കൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ലോകത്തെ കാഠിന്യങ്ങളെ കുറിച്ച് പറയുന്നു. ഏറ്റവും കാഠിന്യമുള്ള ഒരു ചുറ്റുപാടിലാണ് പരിശുദ്ധ റസൂൽ ഈ ലോകത്തേക്ക് വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമവാഴ്ച ഉണ്ടായിരുന്നില്ല, മനുഷ്യത്വമില്ല, നീതിയില്ല, കൊലയാണ്, കൊള്ളയാണ്, മാനഭംഗങ്ങൾ, വ്യഭിചാരങ്ങൾ, മദ്യപാനങ്ങൾ, പലിശ കച്ചവടങ്ങൾ, കാട്ടു നിയമം, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥാവിശേഷം. വലിയ വലിയ യാത്രാ സംഘങ്ങളിലായിരുന്നു അറബികൾ യാത്ര ചെയ്തിരുന്നത്. എന്റെ കാരണം എന്താണെന്നറിയോ? വലിയ യാത്രാ സംഘങ്ങളിലേ പോകാൻ പറ്റുള്ളൂ. ചെറുതാണെങ്കിൽ കൊള്ള ചെയ്യുന്നുള്ളത് നിർബന്ധമാണ്. ഒറ്റക്ക് പോയാൽ കൊള്ളയും. ഒരു കച്ചവടം
അതുകൊണ്ട് ഖുറൈശികളുടെയൊക്കെ യാത്രാ സംഘം ഇങ്ങനെ വരുന്നത് കണ്ടാൽ മരുഭൂമിയിൽ ഒരുപാടുണ്ടാവും. നമ്മളിത് ചരിത്രത്തിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് അറബികൾക്ക് ഒന്നിച്ചു പോകാനുള്ള താല്പര്യമാണോ? അതല്ല, ചെറിയ യാത്രാ സംഘങ്ങൾക്ക് പോകാൻ ധൈര്യമില്ല, അതിനെ മുഴുവൻ കൊള്ള ചെയ്യും. ആൺമക്കൾ ധാരാളമുണ്ട് എന്ന് പറയുന്നത് അന്നത്തെ അറബികൾക്ക് വലിയ അഭിമാനമായിരുന്നു. എന്തിന്? പോരടിക്കാൻ, പോർ വിളിക്കാൻ, കൊള്ള ചെയ്യാൻ, കൊല നടത്താൻ. ഒരു പിതാവിന് അറബികൾക്കിടയിൽ വലിയ അംഗീകാരമായിരുന്നു. 5-8 ആൺമക്കളുണ്ട്, 10 ആൺമക്കളുണ്ട്. കലഹുണ്ടാക്കാൻ, വക്കാണുണ്ടാക്കാൻ, മറ്റുള്ളവന്റെ ചോര ചിന്താൻ. അതേസമയം പെൺമക്കളുണ്ടാകുന്ന അപമാനമായിരുന്നു. അതുകൊണ്ട് ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. അന്ന് ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. ഇന്ന് ജനിക്കുന്നതിന് മുമ്പ് കുഴിച്ചു മൂടുന്നു. ഇന്ന് ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് ശാസ്ത്രം വളർത്തിയെടുത്തു. ഗർഭത്തിൽ തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മുൻകൂട്ടി അറിയാം. ആ അറിവ് എന്തിനു ഉപയോഗപ്പെടുത്തുന്നു? പെണ്ണാണെങ്കിൽ പ്രസവിക്കണ്ട, ഗർഭാശയത്തിലേക്ക് തന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് അവിടെ വെച്ച് തന്നെ കൊന്നുകളയാൻ ആധുനിക മനുഷ്യൻ തയ്യാറാകുന്നു. കാഠിന്യത്തിന്റെ ലോകത്ത് കാരുണ്യ പ്രകർഷം. ഇതിനേക്കാൾ വലിയ കാഠിന്യം എന്താണ്? മാതാവിന്റെ ഗർഭാശയമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യഗേഹം. ഈ ലോകത്ത് ഏറ്റവും വലിയ കരുണ മാതാവാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം മാതാവാണ്. അതിനേക്കാൾ വലിയ ഒരു കാരുണ്യത്തെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല. ഈ ലോകത്ത് മനുഷ്യർക്കിടയിൽ ആണാകട്ടെ പെണ്ണാകട്ടെ കുടുംബത്തിലെ മറ്റാരെ എടുക്കട്ടെ, ഏറ്റവും വലിയ കരുണ കാണിക്കുന്നത് മാതാവാണ്. ഗർഭത്തിൽ മാതാവ് നമ്മെ ചുമന്നിരുന്ന കാലം ഉമ്മക്ക് കമിഴ്ന്ന് കിടക്കാൻ മടി, കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. മലർന്നു കിടക്കാനും മടി, കുഞ്ഞിന് എന്തെങ്കിലും പറ്റും. ചെരിഞ്ഞു കിടക്കുമ്പോഴും മാതാവിന് പേടി, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. ഇങ്ങോട്ട് ചെരിയുമ്പോഴും പേടി, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും. അത്ഭുതകരമായ കാരുണ്യമാണ് പരിശുദ്ധ റസൂൽ. ഈ കാരുണ്യത്തെ ജന്തു മൃഗാദികളിലേക്ക് പോലും വ്യാപിപ്പിച്ചു. മസ്ജിദിൽ കയറിയ പൂച്ചയെ തല്ലാൻ വേണ്ടി ആളുകൾ വടിയെടുക്കാൻ പോയപ്പോ തല്ലല്ലേ, മാതാവിനെ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് വടി വാങ്ങാനും പൂച്ചയെ രക്ഷിക്കാനും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഓടി അണഞ്ഞു. ലോകത്ത് മൃഗങ്ങൾക്കിടയിൽ മാതാവുണ്ട് എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. പ്രസവിച്ചിരിക്കുന്നത് മാതാവാണ്. തല്ലല്ലേ തല്ലല്ലേ തല്ലല്ലേ, മാതാവിനെ തല്ലല്ലേ എന്ന് പറഞ്ഞ് പിന്നാലെ വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാവിനെ എങ്ങനെയാണ് ഈ സമൂഹം കാണുന്നത്? മാതാവിന് ഇന്ന് പാർക്കാനുള്ള ഇടം വൃദ്ധസദനമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് അമ്മമാർക്ക് വേണ്ടി, മാതാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു പ്രസംഗമായി അള്ളാഹു അനുഗ്രഹിച്ചത് തൃശ്ശൂരിലെ കടപ്പുറത്ത് 2000 മാതാക്കളെ കൊണ്ടുവന്നിരുത്തി അവിടെ എന്റെ സ്നേഹിതൻ TN പ്രതാപൻ സംഘടിപ്പിച്ച ഒരു സദസ്സിൽ മാതാവിനെ കുറിച്ച് ചെയ്തിട്ടുള്ള പ്രസംഗമാണ്. ശ്രീ മോഹൻലാലും അദ്ദേഹത്തിന്റെ അമ്മയും വന്ന് പങ്കെടുത്ത്, എത്രയോ പേര് പങ്കെടുത്തവരൊക്കെ കരഞ്ഞ്, ഡ്യൂട്ടിക്ക് കാവൽ നിന്ന പോലീസുകാർ വരെ കണ്ണു നിറഞ്ഞ ആ രംഗം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാലത്തും മറക്കില്ല. നെറ്റിൽ എന്റെ ആ പ്രസംഗം ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കാനും, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്ന ഒരാൾ, ഞാൻ ദുബായിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ഹോട്ടലിൽ നിന്ന് മടങ്ങാൻ പോവാ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം, ഒരു 2 മിനിറ്റ്. ഹോട്ടലിന്റെ ലോബിയുടെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. നന്നായി കോട്ടും സൂട്ടിട്ട ചെറുപ്പക്കാരൻ, നന്നായി വേഷവിധാനം ചെയ്ത ചെറുപ്പക്കാരൻ. അവനോട് അവന്റെ പേരൊക്കെ പറഞ്ഞു, രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ പറഞ്ഞു, എന്നെ ഈ കോലത്തിലാക്കിയത് എന്റെ അമ്മയാണ്, അമ്മയാണ് എന്നെ വളർത്തിയത്, എന്റെ എല്ലാം അമ്മയാണ്. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു. എന്റെ അമ്മ പതിവായിട്ട് നിങ്ങളുടെ ഈ മാതാവിന്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. 3 മാസം മുമ്പ് എന്റെ അമ്മ മരിച്ചു. അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് രാത്രി ചിലപ്പോൾ കണ്ണീര് നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ കരഞ്ഞ് വിഷമിച്ചു പോകും എന്റെ മാതാവിനെ കുറിച്ച് ഓർത്ത്. അപ്പോഴൊക്കെ എന്റെ ടെൻഷൻ മാറ്റാൻ ഞാൻ നെറ്റ് പോയിട്ട് നിങ്ങളുടെ മാതാവിന്റെ പ്രസംഗം കേൾക്കും. അപ്പൊ എന്റെ ദുഃഖത്തിനും കണ്ണീരിനും ഒരു ആശ്വാസം വരുന്നു പറഞ്ഞ് എന്റെ മുഖത്തേക്ക് രാധാകൃഷ്ണൻ നോക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ എന്റെ ഉമ്മ ഇരുന്ന് വിതുമ്പുകയാണ്. ഈദുൽ ഫിത്തറിന്, ചെറിയ പെരുന്നാളിനാണ് എന്റെ ഉമ്മ മരിച്ചത്. എന്റെ ഉമ്മ മരിക്കുമ്പോ എന്റെ ഉടുപ്പ് മുഴുവൻ ഉമ്മാന്റെ രക്തമാണ്.
ഉമ്മ ചോര ഛർദ്ദിച്ചിട്ടുള്ള രക്തമാണ്. പെരുന്നാൾക്ക് എല്ലാവരും ആഘോഷിക്കാൻ പോകുമ്പോൾ കുട്ടികൾ നല്ല ഉടുപ്പിട്ട് ഭക്ഷണത്തിന് ഒരുങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ മയ്യത്തുമായി തിരൂര് ആലിക്കുട്ടി ഡോക്ടറുടെ ആശുപത്രിയിൽ നിന്ന് ഒരു ടാക്സി കാറിൽ ഉമ്മാന്റെ മയ്യത്ത് മടിയിൽ കിടത്തി മടങ്ങണം. അതുകൊണ്ട് ജീവിതം അല്ലാഹു എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം അതിര് കടന്ന് സന്തോഷിക്കരുത് എന്ന പാഠമാണ്. പെരുന്നാളിന് പോലും എനിക്കതുകൊണ്ട് അധികം സന്തോഷിക്കാൻ കഴിയാറില്ല. ഓരോ പെരുന്നാൾ വരുമ്പോഴും എൻ്റെ ഉമ്മയുടെ ദുഃഖമൂറുന്ന മുഖം. അവരൊരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. ഒറ്റ കാര്യം മാത്രമേ അവർ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കുടുംബ പരമ്പരയിൽ ജനിച്ച ആളായിരുന്നു. അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ ഭക്തിയും തഖ്വയും ഒക്കെ അവർക്കുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അവർ വിദ്യാഭ്യാസമില്ലാത്ത മലപ്പുറം ജില്ലയിലെ ഒരു സാധു സ്ത്രീയായിരുന്നു. പക്ഷെ വളരെ ചെറുപ്പത്തിൽ അവർ മരണപ്പെട്ടു. ഡോക്ടർ കുറിച്ച് തന്ന മരുന്നിന്റെ കുറിപ്പുമായിട്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് മരുന്ന് വാങ്ങിയിട്ട് ഉമ്മാന്റെ അടുക്ക വന്നിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ ഉമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയുന്നില്ല ഇത് ഉമ്മ മരിക്കുകയാണ്. അതിലറിയാനുള്ള പ്രായം പോലും എനിക്കായിട്ടില്ല. അത്രയും ചെറുപ്പമാണ്. ഇതുമ്മ മരുന്ന് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഉമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ കാരുണ്യം മാതാവാണ്. ആ മാതാവിനെ അവഗണിക്കുന്നവന് ഒരിക്കലും ഗുണം പിടിക്കില്ല. ഒരിക്കലും ഗുണം പിടിക്കില്ല. അവൻ എത്ര വലിയവനാകട്ടെ അവൻ ഗുണം പിടിക്കില്ല. ആ മാതാവിനെ കുറിച്ചുള്ള എൻ്റെ ആ പ്രസംഗത്തിന് കൊടുത്ത ശീർഷകം പരിശുദ്ധ റസൂലിന്റെ ഒരു ഹദീസാണ്. ഞാൻ ശ്രീ മോഹൻലാലിനോട് രണ്ടാമത്തെ അതിന്റെ തുടർച്ചയായ ഓത്ത് പോയപ്പോൾ പറഞ്ഞു, ഇത് നബിവചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മോഹൻലാൽ രണ്ടാമത് പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞു, മാതാവിന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്ന ഈ പ്രവാചക വചനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി. അത് പരിശുദ്ധ റസൂലിന്റെ കാരുണ്യത്തിന്റെ പ്രകർഷമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ വൃദ്ധസദനങ്ങളാണ്. ഓരോ സ്ഥലത്തും പിതാവ് ഒരു വീടുണ്ടാക്കി, അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണീര് കുഴച്ചിട്ടാണ് ഈ സാധു മനുഷ്യൻ കല്ല് പടുത്തുണ്ടാക്കിയത്. മക്കൾ എന്തും ചെയ്യും, ആ വീട്ടിൽ പാർക്കാൻ സമ്മതിക്കില്ല. എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി എന്നാണ് ആ സാധുവിന് ഒരൊറ്റ ആഗ്രഹം. ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് മരിച്ചാൽ മതി, കഞ്ഞി കുടിച്ചവിടെ കിടന്നാൽ മതി. ഈ ശല്യമായ വൃദ്ധനെ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കുകയില്ല. എവിടെങ്കിലും പോയി പാർത്തോ, പൈസ തരാ, മാസത്തിൽ പൈസ അയച്ചു തരാ, നോക്കാൻ ഒരാളും വെച്ചു തരാ. പക്ഷെ ഈ ഞരക്കും മൂളലും ഈ ശബ്ദം ഉണ്ടാക്കലൊന്നും ഇവിടെ നടക്കൂല. എനിക്കും എന്റെ ഭാര്യക്കും എന്റെ കുട്ടികൾക്കും സ്വസ്ഥതക്കേടാണ്. അങ്ങനെയുള്ള മഹാപാപം ആളുകൾ ചെയ്യുമ്പോ, ആ മഹാപാപം വന്ന് നിറയുമ്പോ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് കൊല നടത്തുക. ആ ഗർഭാശയത്തിൽ ഒരു കൊലപാതകം നടത്തുക. കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് കൊല്ലുക. പെണ്ണാണെങ്കിൽ പണ്ടത്തെ അറബി ജനിച്ചിട്ട് കൊന്നിരുന്നു. ഇന്ന് ജനിക്കാൻ പോലും അനുവദിക്കാതെ കൊന്നുകളയുന്ന ഒരു ലോകത്ത് വെച്ച് നാം ചിന്തിക്കണം. അന്ന് മേളകൾക്ക് ഉത്സവങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഉക്കാദ് മേള പോലുള്ള മേളകൾ ഉണ്ടായിരുന്നു. വലിയ സംഗീത പരിപാടികൾ ഉണ്ടായിരുന്നു. വലിയ നൃത്യങ്ങൾ ഉണ്ടായിരുന്നു. കവിത അവർക്ക് വളരെ പ്രിയപ്പെട്ട വിഷയമായിരുന്നു. കവിതയിൽ രണ്ട് കാര്യമേ അവർ കൈകാര്യം ചെയ്തിരുന്നുള്ളൂ. ഒന്ന് യുദ്ധം, മറ്റൊന്ന് പെണ്ണ്. ഇരുട്ടോടിരുട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ. ഇരുട്ടോടിരുട്ട്. വിളക്ക് പോലും വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്നാണ് അന്നത്തെ അറബ് നാട്ടിൽ. വിളക്കിനുള്ള വാക്കുകൾ പോലും അറബികൾക്ക് അധികം അറിഞ്ഞൂടായിരുന്നു. അത്രത്തോളം വിളക്കിന്റെ ഉപയോഗം കുറഞ്ഞ ഒരു കാലത്താണ് സിറാജും മുനീർ, കത്തുന്ന വിളക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് വന്ന് ജനിക്കുന്നത്. അല്ലാഹു റസൂലിനെ വിളിച്ചു, അങ്ങ് കത്തുന്ന ദീപമാണ്, ജ്വലിക്കുന്ന ദീപമാണ്, കത്തുന്ന വിളക്കാണ്. ഒരു വിളക്കില്ലാത്ത ഇരുട്ടത്താണ് റസൂലുള്ളാഹ് ജനിക്കുന്നത്. ആ കാലഘട്ടം അത്രയും ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അറബികളുടെ ജീവിതത്തിൽ അവർ കൃഷിയായിരുന്നു കുറച്ച് ചെയ്തിരുന്നത്. ഈത്തപ്പന കൃഷി, അല്പസ്വല്പം പഴങ്ങള്, വ്യാപാരമായിരുന്നു മുഖ്യമായ മറ്റൊരു തൊഴിൽ. നല്ല വ്യാപാരങ്ങൾക്ക് പോകുമായിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരവിടെ വെച്ച് കച്ചവടം നടത്തും. മരത്തിന്റെ ഉപയോഗം വളരെ കുറവായിരുന്നു. കഅബക്ക് പോലും മേൽക്കൂര ഉണ്ടായിരുന്നില്ല. ജിദ്ദയിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോമ കപ്പലുണ്ട് എന്ന് കേട്ടിട്ട് അതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് അന്ന് കഅബക്ക് പോലും ഒരു മേൽക്കൂര ഉണ്ടാക്കിയത്. അത്രമാത്രം മരത്തിന്റെ ഉപയോഗം കുറവായിരുന്നു. അവരുടെ മതം കളി തമാശയായിരുന്നു, ആഭാസങ്ങളായിരുന്നു. കഅബ തവാഫ് ചെയ്യുമ്പോൾ പോലും നഗ്നരായിട്ട് അവർ തവാഫ് ചെയ്യുന്നു.
ഒരു സ്ത്രീ ഉണ്ടായിരുന്ന ബനു ജുർഹം ഗോത്രത്തിൽ, നായില എന്നായിരുന്നു അവളുടെ പേര്. അവൾ വലിയ സുന്ദരിയായിരുന്നു. അവൾ അർദ്ധനഗ്നയായോ പൂർണ്ണ നഗ്നയായോ തവാഫ് ചെയ്യുമായിരുന്നു. പുണ്യ റസൂൽ ജനിക്കുമ്പോഴുള്ള മക്കയിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം നായില കഅബക്ക് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൂർണ്ണ നഗ്നയാണ്. അവൾ വളരെ സുന്ദരിയാണ്. അവളെ കാണാനും അവളെ പിന്നാലെ കൂടി കുറെ ആളുകൾ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അസാഫ് ഇബ്നു ബഗി എന്ന ഒരാളും ഇവളിൽ മോഹിച്ച് തവാഫിന് വന്നു. അവസാനം ഈ ചെറുപ്പക്കാരൻ ഈ സ്ത്രീയുമായി കഅബക്ക് തവാഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ശാരീരികമായിട്ട് സന്ധിക്കുന്ന സംഭവം പോലും ഉണ്ടായി. എന്നിട്ട് മക്കയിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഒരു അധാർമികത നോക്കണം. അതിനെ ആക്ഷേപിക്കുകയല്ല അവർ ചെയ്തത്, അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതി. തവാഫ് ചെയ്യുമ്പോൾ നടന്ന ഈ അസാൻമാർഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പോലും പ്രകീർത്തിക്കാൻ അറബികൾക്കിടയിൽ ആളുണ്ടായി. കഅബയെ പോലും അവർ വെറുതെ വിട്ടിരുന്നില്ല. അതായിരുന്നു അവരുടെ മതം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധ റസൂൽ ജനിക്കുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആമുൽ ഫീലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ആമുൽ ഫീൽ, ആനക്കലഹം എന്നൊക്കെയാണ് അതിനെ പറയാ. ആനക്കലഹ വർഷം എന്നൊക്കെ പറയാം. നമുക്ക് കുറച്ചുകൂടി നല്ല മലയാളത്തിൽ അതിനെ ഗജവർഷം എന്ന് വിളിക്കാം. ആമുൽ ഫീൽ എന്നതിനെ നേരായ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഗജവർഷം എന്നാണ് വിവർത്തനം ചെയ്യാൻ സാധിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. ആനയുടെ കൊല്ലം, ആമുൽ ഫീൽ, ഗജവർഷം. യമനിലെ അബ്രഹത്ത് രാജാവിന് എല്ലാവരും കഅബയുടെ അടുക്കലേക്ക് തീർത്ഥാടനത്തിന് വരുന്നത് കണ്ടപ്പോ തന്റെ നാട്ടിൽ ഒരു തീർത്ഥാടനം കെട്ടണമെന്ന് ആഗ്രഹമുണ്ടായി. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് കഅബ തകർക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കഅബ തകർക്കാനുള്ള വലിയ പടപ്പുറപ്പാടുമായിട്ട് അദ്ദേഹം ഒരുപാട് ആനകളെയും കൊണ്ട് മക്കക്കടുത്ത് വന്ന് ക്യാമ്പ് ചെയ്തു. ഒട്ടകങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയി. നാട്ടുകാരുടെ മുതലൊക്കെ അദ്ദേഹം കൈവശപ്പെടുത്തി വെച്ചു. അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെയും അദ്ദേഹം പിടിച്ചു വെച്ചു. പരിശുദ്ധ റസൂലിന്റെ ജന്മത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ പിതാമഹൻ, പിതാവായ അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്റെ ഒട്ടകങ്ങൾ അങ്ങ് തിരിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടു. അബ്രഹത്ത് പരിഹാസത്തോടെ ചോദിച്ചു, ഒട്ടകം മതിയോ? നിങ്ങൾ കഅബയുടെ കാവൽക്കാരനല്ലേ? അബ്ദുൽ മുത്തലിബായിരുന്നു കഅബയുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കിയിരുന്നത്. കഅബ വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ കഅബ തകർക്കാൻ വന്നവനാണ്. 200 ഒട്ടകങ്ങളെ തന്നാ മതിയോ? അതിനെപ്പറ്റിയേ വേവലാതിയുള്ളൂ. നിങ്ങളുടെ കഅബ നശിക്കാൻ പോവാണ്, വേവലാതില്ലേ എന്ന് ചോദിച്ചു. അബ്ദുൽ മുത്തലിബ് കൊടുത്ത മറുപടി നമ്മൾ ഓർക്കണം. പരിശുദ്ധ റസൂലിന്റെ പിതാമഹൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്. അത് ചോദിക്കാനാ ഞാൻ വന്നത്. കഅബയുടെ ഉടമസ്ഥൻ വേറൊരാളാണ്, അത് റബ്ബാണ്, അത് അവൻ നോക്കിക്കൊള്ളും എന്ന് അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു. അങ്ങനെയാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീലിൻ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അബാബീൽ പക്ഷികളെ അയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിനെയും സംഘത്തെയും നശിപ്പിച്ചു. കൊച്ചു കൊച്ചു കല്ലുകൾ എറിഞ്ഞുകൊണ്ടാണ് അബാബീൽ ഈ വലിയ സേനയെ തകർത്തത്. ഒന്നിച്ചങ്ങട്ട് കഅസ്ഫിൻ മഅകൂൽ, മൃഗങ്ങൾ ചവച്ചരച്ച വൈക്കോൽ തുരുമ്പ് പോലായി എന്നാണ് അബ്രഹത്തിന്റെ സേനാവ്യൂഹം. കഅബ തകർക്കാൻ വന്ന പടുകൂറ്റൻ ലോക സാമ്രാജ്യത്തിന്റെ പട്ടാളം തകർക്കപ്പെട്ടു. ആദ്യമായിട്ട് മക്കയിൽ പകർച്ചവ്യാധി ഉണ്ടായത് ആ കൊല്ലമാണ്. ഇത്രയേറെ ശവങ്ങൾ അടിഞ്ഞു കിടന്നിട്ട് ആന, മനുഷ്യന്മാര് ഒക്കെ കൂടി ചീഞ്ഞളിഞ്ഞ് കിടന്നിട്ട് ഈ ആനകളെയും കൊണ്ട് കഅബ തകർക്കാൻ വന്നവർക്കുണ്ടായ നാശത്തിൽ മുഴുവനും തകർന്നിട്ട് പകർച്ചവ്യാധി വരെ ഉണ്ടായി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വലിൽ ജനിച്ചു. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഏകോപിച്ച് പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ റസൂലിന്റെ ജന്മം പരിശുദ്ധ റബീഉൽ അവ്വലിലാണ്. എന്നാൽ ആ ദിവസത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 3, റബീഉൽ അവ്വൽ 9, റബീഉൽ അവ്വൽ 10, റബീഉൽ അവ്വൽ 12
ഇമാം ഖുസ്തലാനി റഹിമഹുല്ലാ റബീഉൽ അവ്വൽ 2 മുതൽ 18 വരെയുള്ള ദിവസങ്ങൾ എണ്ണി പറയുന്നുണ്ട്. എന്നിട്ട് അത് എണ്ണി പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, പ്രബലമായ അഭിപ്രായം 9-നും 12-നും ഇടയിലാണ് എന്ന് ഖുസ്തലാനി പറയുന്നു. ഏതായിരുന്നാലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും ഒരു ചരിത്ര പുരുഷനാണ്. ഐതിഹ്യത്തിലെ കഥാപാത്രമല്ല, കഥയിലെ നായകനല്ല. ഇന്ന ദിവസം ജനിച്ചു, ഇത്ര കൊല്ലം ജീവിച്ചു, ഇന്നതൊക്കെ പ്രവർത്തിച്ചു, ഇന്ന വിപ്ലവങ്ങളും പരിവർത്തനങ്ങളും സ്വാധീനങ്ങളും ലോകത്തുണ്ടാക്കി, എല്ലാം ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമായിട്ട് രേഖപ്പെട്ട് കിടക്കുന്ന സത്യങ്ങളാണ്. ക്രിസ്തബ്ദം 571 ഏപ്രിൽ 22-നാണ് പുണ്യ റസൂലിന്റെ ജന്മം കണക്കാക്കപ്പെട്ടിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ 9-ഉം 12-ഉം പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. 9-ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഹംബലി മദ്ഹബിന്റെ ഇമാം കൂടിയായ അഹ്മദ് ബിൻ ഹംബൽ ഈത്തപ്പഴം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണെന്ന സന്തോഷത്താൽ മൗലാന ഷിബിലി നുഅ്മാനി ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരുപക്ഷെ പരിശുദ്ധ റസൂലിന്റെ ചരിത്ര ഗ്രന്ഥം ഷിബിലിയുടേതായിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പൂർത്തീകരിക്കാൻ ഭാഗ്യമുണ്ടായത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ അബുൽ ഹസൻ അലി നദ്വിയുടെ ഗുരുനാഥനായ സയ്യിദ് സുലൈമാൻ നദ്വിക്കാണ്. ഷിബിലിക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത്ര വാള്യങ്ങൾ വരുന്ന പടുകൂറ്റൻ ഗ്രന്ഥമാണ് ഷിബിലിയുടെ സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അതിൽ 9 തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അതിന്റെ കുറിപ്പിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റൊരു പ്രസിദ്ധ പ്രവാചക ചരിത്രകാരനായ ഖാദി മുഹമ്മദ് സുലൈമാൻ മൻസൂർപുരി രേഖപ്പെടുത്തുകയാണ്, നമ്മുടെ നബി വസന്തമാസത്തിൽ തിങ്കളാഴ്ച ഗജവർഷം റബീഉൽ അവ്വൽ 9-ന് 571 ഏപ്രിൽ 22-ന് മക്കയിൽ പുലർച്ചെ സൂര്യോദയത്തിന് മുമ്പ് ഭൂജാതനായി എന്നാണ് ഖാദി മുഹമ്മദ് സുലൈമാൻ മൻസൂർപുരി രേഖപ്പെടുത്തുന്നത്. തിങ്കളാഴ്ചക്ക് പുണ്യ റസൂലിന്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനനം തിങ്കളാഴ്ച, വഫാത്തും തിങ്കളാഴ്ച. കഅബ കേടുപാടായ ശേഷം പുണ്യ റസൂലിന്റെ കരങ്ങളാൽ ഹജറുൽ അസ്വദ് പുനഃസ്ഥാപിക്കപ്പെടുന്ന സംഭവം ചരിത്ര പ്രസിദ്ധമാണ്. അതും തിങ്കളാഴ്ച. ഹിജ്റയും തിങ്കളാഴ്ച. മദീനയിലേക്ക് പ്രവേശിക്കുന്നതും തിങ്കളാഴ്ച. ഇങ്ങനെ തിങ്കളാഴ്ചക്ക് പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. റബീഉൽ അവ്വൽ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർക്കും ചരിത്രകാരന്മാർക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു ന്യായം 9 മാത്രമാണ് തിങ്കളാഴ്ചയുമായിട്ട് യോജിച്ചു വരുന്നത് എന്നാണ്. ഇമാം തബരിയും ഇബ്നു ഖൽദൂനും റബീഉൽ അവ്വൽ 12-ന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. പക്ഷേ അവരും പറയുന്നു 9 തിങ്കളാഴ്ചയോട് യോജിക്കുന്നത് എന്ന്. മൗലാന അബുൽ കലാം ആസാദ്, മൗലാന ഹിഫ്ലുർ റഹ്മാൻ, ഷാ മുഈനുദ്ദീൻ അഹ്മദ് നദ്വി, മൗലാന മുഹമ്മദ് മിയാൻ, ഫഖീർ സയ്യിദ് വഹീദുദ്ദീൻ, ഡോക്ടർ അസ്റാർ അഹ്മദ് തുടങ്ങിയ ആധുനിക കാലത്തെ നബി ചരിത്രകാരന്മാരും റബീഉൽ അവ്വൽ 9-ൽ അഭിപ്രായത്തിൽ നിലകൊള്ളുന്നവരാണ്. പക്ഷേ പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വൽ 12-ആണ്. പ്രബലമായ അഭിപ്രായം മാത്രമല്ല, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായവും റബീഉൽ അവ്വൽ 12-ആണ്. അതിൽ പഴയ പണ്ഡിതന്മാരും പുതിയ കാലത്തെ പണ്ഡിതന്മാരും ഒരുപോലെയുണ്ട്. പൂർവിക നബി ചരിത്രകാരന്മാരായ ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഹിഷാം, ഇബ്നു ജൗസി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇബ്നു ഖൽദൂൻ, അബൂബക്കർ ഇബ്നു അബി ഷൈബ, പുതിയ കാലത്തെ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ, സർ സയ്യിദ് അഹ്മദ് ഖാൻ, മൗലാന അഷ്റഫ് അലി ഥാനവി, മൗലാന അബ്ദുൽ മാജിദ് ദറിയാബാദി, അബുൽ അല മൗദൂദി, അബൂബക്കർ അൽ ജസാഇരി, മുഫ്തി ഇനായത്ത് അഹമ്മദ് കാക്കോർവി, മുഫ്തി മുഹമ്മദ് ഷഫീഖ്, മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി അടക്കമുള്ള ചരിത്രകാരന്മാരൊക്കെ ഇവരൊക്കെ നബി ചരിത്രം എഴുതിയിട്ടുള്ളവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരൊക്കെ റബീഉൽ അവ്വൽ 12-ൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഏതായിരുന്നാലും റബീഉൽ അവ്വലിലാണ് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ മുഹമ്മദ് എന്ന് പേരിട്ടു അബ്ദുൽ മുത്തലിബ്.
എന്തുകൊണ്ടാണ് അറബികൾക്കിടയിൽ പതിവില്ലാത്തൊരു പേരിടുന്നത് എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു. കേട്ടുകേൾവിയില്ലാത്തൊരു പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു, എൻ്റെ ഈ മോനെ ആകാശത്ത് അല്ലാഹുവും ഭൂമിയിൽ അവന്റെ സൃഷ്ടികളും പ്രകീർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അബ്ദുൽ മുത്തലിബ് നൽകിയിട്ടുള്ള മറുപടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞുനാളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഉടനെ തന്നെ ശിശുപരിപാലനത്തിന് വേണ്ടി, പാലൂട്ടാൻ വേണ്ടി ഉമ്മയുടെ അടുക്കൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബന്ധുക്കളെ ഏൽപ്പിച്ചു. നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത് അത് പാലൂട്ടാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചു എന്നാണ്. പാലൂട്ടാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അറബികൾക്കിടയിൽ അതൊരാചാരമായിരുന്നു. കുട്ടികളെ നല്ലൊരു സ്ഥലത്തേക്ക്, ഗ്രാമത്തിലേക്ക് പറഞ്ഞേക്കുക. മക്ക പട്ടണമാണ്, ഉൾപ്രദേശത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്കുക. അവിടെയുള്ള നല്ല അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളരുക. മാത്രമല്ല ഭാഷ പഠിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നല്ല ഉച്ചാരണത്തോടുകൂടി അറബ് ഭാഷ സംസാരിക്കുക, നല്ല ഭാഷയിൽ സംസാരിക്കുക. ഈ പാലൂട്ടുന്ന സ്ത്രീകൾ നല്ല ഒന്നാന്തരം ഭാഷ സ്വാധീനമുള്ളവരായിരുന്നു. അവർ അറിവില്ലാത്ത, വിവരമില്ലാത്ത, വെറും മുല കൊടുക്കുന്ന പെണ്ണുങ്ങളായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാഷാ പരിജ്ഞാനത്തിലും ഭാഷാ വൈദഗ്ധ്യത്തിലും ഏറ്റവും മുന്തി നിന്ന കുടുംബമായിരുന്നു ബനു സഅദ് കുടുംബം. ആ ബനു സഅദ് കുടുംബത്തിലെ ഹലീമയുടെ അടുക്കലേക്കാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശിശുപരിപാലനത്തിന് വേണ്ടി പാലൂട്ടാൻ ഏൽപ്പിക്കപ്പെട്ടത്. അതിനുമുമ്പ് കുറഞ്ഞ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂലഹബിന്റെ ഭൃത്യയായ സുവൈബയും പാലൂട്ടി. വളരെ കുറഞ്ഞ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഈ സംഗതി, ചെറുപ്പത്തിൽ പാലൂട്ടിയവരൊന്നും പിന്നീട് മറന്നില്ല. പിന്നീട് അവരൊക്കെ വല്ലാതെ സ്നേഹം അവർക്കൊക്കെ നൽകി. ഈ സുവൈബ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുവൈബയുടെ മകനെ കുറിച്ച് അന്വേഷിച്ചു. അന്ന് പാലൂട്ടിയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മകൻ. അപ്പോഴാണ് പരിശുദ്ധ റസൂൽ മനസ്സിലാക്കുന്നത് ആ മകൻ നേരത്തെ മരണപ്പെട്ടിരുന്നു. ഈ ഹലീമയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശിശുപരിപാലനത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നതിന് വലിയ പ്രത്യേകതകളുണ്ട്. കാരണം ഹലീമ ഇടക്കിടക്ക് ഈ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ വരുമായിരുന്നു പട്ടണത്തിലേക്ക്. അങ്ങനെ പാലൂട്ടാൻ കുട്ടികൾ അന്വേഷിച്ചിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു മാർഗമായിരുന്നു അത്, ഉപജീവന മാർഗമായിരുന്നു. ഒരു കുട്ടിയെ കൊണ്ടുപോയാൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ലപോലെ കൊടുക്കും. അവർ വെറും പാലൂട്ടുന്ന പെണ്ണുങ്ങളല്ല, ഭാഷ പഠിപ്പിക്കുന്ന ഒന്നാന്തരം ആളുകളാണ്. അവരെ കയ്യിൽ നിന്ന് വേണം കുട്ടി ഭാഷ പഠിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്, ഞാൻ നിങ്ങൾക്കിടയിൽ ഏറ്റവും അധികം അറബിയാണ് ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു. കാരണം ഞാൻ ബനു സഅദ് ഗോത്രത്തിലാണ് വളർന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹലീമയുടെ ഗോത്രമാണ്. ഹലീമയുടെ ഗോത്രം ഭാഷ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഗോത്രമാണ്. ഏറ്റവും നല്ല അറബി ഭാഷ, ഏറ്റവും നല്ല അറബി ഉച്ചാരണം, സംസാരം, ഇതൊക്കെയാണ് ഹലീമയിൽ നിന്ന് പുണ്യ റസൂലിന് കിട്ടിയത്. അങ്ങനെ ഹലീമ വന്നു, കുട്ടികൾ അന്വേഷിച്ചു. അപ്പൊ ഈ വീട്ടിലും വന്നു. ഹലീമയുടെ കൂടെയുള്ളവരോ ഹലീമയോ ഈ കുട്ടി എടുക്കാൻ തയ്യാറായില്ല. കാരണം കുട്ടി യതീമാണ്. ഈ യതീം കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? ഈ കുട്ടിയെ കൊണ്ടുപോണത് പിന്നെ ആ കുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടാണ്. ഒരു കുട്ടിയെ പാലൂട്ടാൻ കൊണ്ടുപോയാൽ പാലൂട്ടി ആ കുട്ടിക്ക് ഭാഷ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോ കുട്ടിയുടെ പിതാവ് എത്രയാണ് കൊടുക്കുക, സമ്മാനങ്ങൾ, വിഭവങ്ങൾ എന്നുള്ള കയ്യും കണക്കൂല. പിതാവില്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹിന്റെ ബാല്യം എത്ര അവഗണിക്കപ്പെട്ട ഒരു ശിശുവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക നേതാവിനെ അള്ളാഹു എങ്ങനെയാണ് ജനിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. പ്രയാസങ്ങളും ക്ലേശങ്ങളും സഹിക്കാത്തവർക്ക് ഈ ലോകത്ത് ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ള പാഠമാണ് പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. അത് ചെറുപ്പത്തിലേ തുടങ്ങിയ ആ പരീക്ഷണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ തായിഫിൽ കല്ലേറ് കൊണ്ടതും ഒട്ടകത്തിന്റെ കുടൽമാല ശരീരത്തിൽ ചാർത്തപ്പെട്ടതും
ശരീരത്തിലേക്ക് മ്ലേച്ഛമായ തുപ്പൽ കൊണ്ട് അഭിഷേകം ചെയ്തതും എത്രയെത്ര മർദ്ദനങ്ങൾ കഷ്ടപ്പാടുകൾ സഹിച്ചതും ഒക്കെ നമുക്കറിയാം. പക്ഷേ കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തുടങ്ങി നമ്മൾ മനസ്സിലായിട്ടുണ്ടോ? തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ എടുക്കാതെ ഹലീമ മടങ്ങി പോകുമ്പോ ആർക്ക് വേണം ഈ യതീമിനെ എന്ന് ഹലീമയോടൊപ്പം വന്ന പെണ്ണുങ്ങൾ ചോദിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയേറെ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ മടങ്ങിപ്പോയി. കുട്ടിയാരും കൊണ്ടുപോകണ്ടായില്ല. ആ സമയത്ത് മടങ്ങിപ്പോകുമ്പോൾ ഹലീമക്ക് തോന്നി, എങ്ങനെ ഇപ്പൊ വെറും കൈയോടെ സ്വന്തം നാട്ടിലേക്ക് പോവാ? കുട്ടികളൊന്നും കിട്ടിയില്ല. നമ്മളെ സ്നേഹിതകളുടെ അടുക്ക പോയിട്ട് എന്താ പറയാ? അപ്പൊ ഹലീമ ഭർത്താവായ ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സയോട് പറഞ്ഞു, യതീമെങ്കിൽ യതീം, ആ കുട്ടിയെ പോയിട്ട് എടുത്താലോ? അപ്പൊ ഹാരിസ് പറഞ്ഞു, ഹലീമ, ഇനി ആ കുട്ടിയെ സ്വീകരിക്കുമെങ്കിൽ വിരോധമില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചേക്കാം. അങ്ങനെ ഹലീമ തിരിച്ചു പോവുകയാണ് ആമിനയുടെ അടുക്കലേക്ക്. പരിശുദ്ധ റസൂൽ ലോകത്തിന്റെ നേതാവാകണം, മനുഷ്യത്വത്തിലേക്ക് ലോകത്തെ ക്ഷണിക്കണം. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ ദുഃഖമറിയണം, കഷ്ടപ്പാടുകൾ സഹിച്ച് വളരണം മുഹമ്മദേ, ക്ലേശങ്ങളുടെ പാതയിലൂടെ ചരിക്കണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദുഃഖങ്ങൾക്ക് ആശ്രയമായി വന്ന നബിയെ, സങ്കടങ്ങൾ കരുതി വരുത്താൻ വന്ന ലോകനായക, മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് ഒരത്താണിയാകാൻ വന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഗുരുഭൂതനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഹലീമ തിരിച്ചു ചെന്നിട്ട് കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 8ാമത്തെ ദിവസം പ്രസവിച്ചിട്ട് കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് വന്ന് 8ാമത്തെ ദിവസം, അതിനിടയിൽ സുവൈബയുടെ പാലൂട്ടൽ കഴിഞ്ഞിട്ട് പരിശുദ്ധ റസൂലിനെ കൊണ്ടുപോവുകയാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. അത്ഭുതകരമാണ്. ഹലീമ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ യതീമിനെ കൊണ്ടുപോകാൻ തയ്യാറാകാതിരുന്ന ഹലീമ, യതീമെങ്കിൽ യതീമ്, ഏതെങ്കിലും ഒരു കുഞ്ഞിനെയും കൂട്ടാതെ തിരിച്ചു ചെല്ലുമ്പോ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ തന്നെ കളിയാക്കില്ലയോ എന്ന് ഭയപ്പെട്ട് യതീമെങ്കിൽ യതീമെന്ന് തീരുമാനിച്ചു പുറപ്പെട്ട ഹലീമ കുഞ്ഞിനെയും കൊണ്ടിട്ട് കടന്നു പോകുന്ന നേരത്തതാ ഹലീമയുടെ കണ്ണുകളെ ഹലീമക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉണങ്ങിയിരുന്ന ഈന്തമരത്തിൽ അതാ ഏറ്റവും നല്ല ഈത്തപ്പഴം കായ്ച്ചു നിൽക്കുകയാണ്. കറവ് പറ്റിയ തന്റെ ആട്ടിൻപറ്റത്തിന്റെ അവിടുകളിൽ അതാ പാല് വന്നിറങ്ങി നിൽക്കുകയാണ്. മർഹബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ. പ്രപഞ്ചം മുഴുവൻ ഈ കൊച്ചുകുട്ടിക്ക് സ്വാഗതമോതുകയാണ്. സകല പക്ഷി മൃഗാദികളും സകല വൃക്ഷലതാദികളും പരിശുദ്ധ റസൂലിനെ സ്വാഗതം ചെയ്യുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ മുസ്തഫ യാ മുജ്തബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ. അഹ്മദ് മുഹമ്മദ് മുസ്തഫ അഹ്ലൻ വസഹ്ലൻ മർഹബാ. हुस्ने मुजस्सम आ गया जब आमिना की गोद में, पढ़ने लगा अर्ज़ो समा अहलन व सहलन मरहबा. ആമിനയുടെ മടിത്തട്ടിൽ ഈ കുഞ്ഞ് വന്ന് വീണപ്പോ ഹലീമയുടെ മാറത്തോട് ഈ കുഞ്ഞ് ചേർന്നപ്പോ ആകാശവും ഭൂമിയും വിളംബരം ചെയ്യാൻ തുടങ്ങി. അഹ്ലൻ വസഹ്ലൻ മർഹബാ. ഹവ്വാ വ മറിയം മദ്ഹഖാ थी आसिया भी नगमज़न और लोरियों ने ये पढ़ा അഹ്ലൻ വസഹ്ലൻ മർഹബാ. ഹവ്വാ എന്നീ നബിയുടെ പ്രകീർത്തനം ചൊല്ലിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ.
മറിയമുമ്മി നബിയുടെ പ്രകീർത്തനം ചൊല്ലിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫറവോന്റെ കൊട്ടാരത്തിൽ വിശ്വാസിനിയായി വാണ ആസിയയുമ്മി പരിശുദ്ധ നബിയുടെ പ്രകീർത്തനം ചൊല്ലിയിട്ടുണ്ട്. ഖുശ്ബൂ കെ പേക്കർ കോലിയേ പഹുഞ്ചി ഹലീമ സാദിയ. സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് ഹലീമ യാത്ര ചെയ്തു വന്നപ്പോ ലോക സുഗന്ധത്തെ വിശ്വസൗരഭ്യത്തെ കയ്യിലേന്തിക്കൊണ്ട് ഹലീമ വന്നപ്പോ സാരാ കബീല ഗുഞ്ചുഠ അഹ്ലൻ വസഹ്ലൻ മർഹബാ. കബീലയിലെ ഗോത്രത്തിലുണ്ടായിരുന്ന സകല മനുഷ്യരും ഈ കുഞ്ഞിന് സ്വാഗതമോദി. മർഹബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ. മരുഭൂമിയിലെ അച്ചടക്കത്തോടെ നബി വളരുകയാണ്. നല്ല ശാരീരികമായ വളർച്ചയുണ്ടായി. പുറത്തു നിന്നൊരു സ്വാധീനവും നബിയിലേക്ക് വന്നില്ല. പട്ടണത്തിലെ ജീവിതത്തിന്റെ സ്വാധീനങ്ങളില്ല. പൂർണ്ണമായ ഗ്രാമീണ ജീവിതം. ഹലീമയുടെ മടിത്തട്ടിൽ, ഹലീമയുടെ ഭർത്താവായ ഹാരിസിന്റെ തോളുകളിൽ, ഹലീമയുടെ മകളായ ഷൈമയുടെ കളിക്കൂട്ടുകാരനായി പരിശുദ്ധനായ അല്ലാഹുവിന്റെ പരിശുദ്ധനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമേ ആ ബാല്യകാലം, അത്ഭുതമേ ആ ശൈശവകാലം. അതിനിടയിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമയുടെ വീട്ടിൽ കഴിയുമ്പോ ഒരത്ഭുത സംഭവം ഉണ്ടായി. ഹലീമയുടെ മകനായ അബ്ദുള്ളയോടൊപ്പം കുട്ടി കളിക്കുകയാണ്. കളിക്കുന്നതിനിടയിൽ അബ്ദുള്ള വന്നുകൊണ്ട് വീട്ടുകാരോട്, ഉമ്മയോടും ബാപ്പയോടും വിളിച്ചു പറഞ്ഞു, എന്റെ ഖുറൈശിയായ കൂട്ടുകാരനെ 2 വെള്ളവസ്ത്രധാരികൾ വന്നിട്ട് കിടത്തുകയും അവന്റെ വയറ് കീറുകയും അവനെ വട്ടം കറക്കുകയും ചെയ്തുവെന്ന് കുഞ്ഞ് വന്നിട്ട് ഹലീമയോട് വിളിച്ചു പറയുകയാണ്. അസ്വസ്ഥയായ ഹലീമ ചെന്ന് നോക്കുകയാണ്. അപ്പോഴുണ്ട് വിളറിയ മുഖത്തോടുകൂടി പരിശുദ്ധ റസൂൽ നിൽക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലീമ ചോദിച്ചു, പൊന്നുമോനെ കേട്ടത് ശരിയാണോ? കൊച്ചുകുട്ടി പറഞ്ഞു, അത് ശരിയാണ്. 2 വെള്ളവസ്ത്രധാരികൾ വന്നു, അവരെന്നെ കിടത്തുകയും എൻ്റെ വയറ് കീറുകയും എൻ്റെ വയറ്റിൽ നിന്നൊരു കഷ്ണമെടുത്ത് പുറത്തേക്ക് കളയുകയും ചെയ്തു. പക്ഷേ ഒരു ക്ഷീണവുമില്ലാതെ ഒരു തളർച്ചയുമില്ലാതെ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നിൽക്കുന്നത് കണ്ടപ്പോൾ ഹലീമ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തൊരു മോനാണ്, ഇതെന്തൊരു അത്ഭുത സന്താനമാണ്, ഇതെന്തൊരു അത്ഭുത മനുഷ്യനാണ്. ഹലീമക്ക് ഭയം വരാൻ തുടങ്ങി. അതുകൊണ്ട് ഹലീമ കുഞ്ഞിനെയും കൊണ്ട് ആമിനയുടെ അടുക്കലേക്ക് വന്നു. കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചു ഹലീമ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. പക്ഷെ കുഞ്ഞുനാളിലെ കഷ്ടപ്പാടുകൾ അതുകൊണ്ട് തീർന്നില്ല. ആമിനയുടെ അടുക്കൽ കുഞ്ഞെത്തി. ഉമ്മ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരണപ്പെട്ട വിധവയാണ്. ആലോചിച്ച് നോക്കണം, ആമിനയുടെ ജീവിത കഥ ആലോചിച്ച് നോക്കണം. ഈ കുഞ്ഞ് ജനിച്ച സന്തോഷം കാണാൻ അബ്ദുള്ള ഉണ്ടായിരുന്നില്ല. അബ്ദുള്ള ഈ ഭൂലോകത്ത് കുറഞ്ഞ കാലം ജീവിച്ചുള്ളൂ. അബ്ദുള്ളക്ക് അള്ളാഹു ഒരൊറ്റ സംഗതിയെ ഏൽപ്പിച്ചുള്ളൂ, അന്ത്യപ്രവാചകന്റെ പിതാവായിരിക്കുക. ഈ കുഞ്ഞിനെ ആമിനയെ ഏൽപ്പിച്ചിട്ട് വളരെ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവാ. അബ്ദുൽ മുത്തലിബ് ഒരിക്കല് കഅബയുടെ മുമ്പിൽ മക്കളുടെ കൂട്ടത്തിൽ ഒരാളെ ബലിയർപ്പിക്കണം എന്ന് വെറുതെ ഒരു നേർച്ച നേർന്നു. അന്നൊക്കെ പൂജയും വിഗ്രഹ പൂജയൊക്കെ നടക്കുന്ന കാലം. പൂജാരിയോട് നെറുക്കിട്ടിട്ട് ഒരു മകനെ കണ്ടെത്താൻ പറഞ്ഞു. മക്കളില്ലെന്ന് ഒരാളെ നെറുക്ക്. അബ്ദുൽ മുത്തലിബിന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് അബ്ദുള്ളക്ക് കിട്ടി. അബ്ദുള്ളയുടെ പേര് വന്നു. അബ്ദുള്ളയാകട്ടെ അബ്ദുൽ മുത്തലിബ് അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു പുണ്യ റസൂലിന്റെ പിതാവിനെ. സ്നേഹനിധിയായിരുന്നു. അതുകൊണ്ട് അതിന് ഫിദിയ കൊടുത്ത്, കുറെ ഒട്ടകങ്ങളൊക്കെ ബലി കൊടുത്ത്, കുറെ ദാനധർമ്മങ്ങൾ കൊടുത്തിട്ട് അബ്ദുൽ മുത്തലിബ് മകനെ ബലി കഴിക്കുന്നതിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷെ എന്നിട്ടും അബ്ദുള്ളക്ക് ഒരു ദീർഘായുസ് ഉണ്ടായില്ല. പരിശുദ്ധ റസൂലിന്റെ പിതാവായി കുറഞ്ഞ നാൾ ഈ ഭൂമിയിൽ ജീവിക്കുക, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് നിന്ന് മറഞ്ഞു പോവുക, ഇതായിരുന്നു ആ മഹാനായ പിതാവിന് അള്ളാഹു ഏൽപ്പിച്ച ജീവിത ദൗത്യം. കുട്ടിയെയും കൊണ്ട് ആമിന
യസ്രിബ് പിൽക്കാലത്ത് മദീനയായി തീർന്ന യസ്രിബിലേക്ക് പുറപ്പെട്ടു. ആമിനയുടെ ബന്ധുക്കളൊക്കെ യസ്രിബിലായിരുന്നു. വിരഹ ദുഃഖത്തിൽ കഴിയായിരുന്നു ആമിന. കുഞ്ഞിന്റെ പിതാവില്ലാത്ത ദുഃഖത്തിൽ അബ്ദുള്ള ഒരു കച്ചവട സംഘത്തിൽ യാത്ര ചെയ്ത് മടങ്ങുമ്പോഴാണ് പിൽക്കാലത്ത് മദീനയായി മാറിയ അന്നത്തെ യസ്രിബിൽ വെച്ച് മരണം പ്രാപിച്ചത്. ആ മരണം പ്രാപിച്ച സ്ഥലത്തേക്ക് കുട്ടിയെയും കൊണ്ടുപോയി 1 മാസം ആമിന അവിടെ താമസിച്ചു. ചരിത്രകാരന്മാർ വളരെ വേദനയോടെ പറയുന്നുണ്ട്, ആമിന ബീബി യസ്രിബിൽ നിന്നും മടങ്ങുമ്പോ ഈ കുഞ്ഞിനോട് പറഞ്ഞിരിക്കണം, പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. നിന്റെ ഉപ്പ എങ്ങനെയായിരുന്നു മോനെ, നിന്റെ ഉപ്പ നീ ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. എല്ലാ കഥകളും ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിരിക്കണം. 1 മാസം കഴിഞ്ഞ് മടങ്ങുമ്പോ യസ്രിബിനടുത്തുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഈ ഉമ്മ മരണപ്പെടുകയാണ്. മക്കയിലേക്കുള്ള യാത്രാമധ്യേ ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട പരിശുദ്ധ റസൂൽ വളരെ കുഞ്ഞുനാളിൽ പരേതനായ പിതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ അബവായിൽ വെച്ചിട്ട് മരണം പ്രാപിക്കുക. ആരുമില്ലാതായ അവസാനം ആമിന കൂടെ കൂട്ടിയിരുന്ന വേലക്കാരിയായ ഭൃത്യയുടെ കയ്യിലാണ് റസൂലുള്ള മക്കയിലെത്തുന്നത്. അത്ഭുതമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എത്ര ദുഃഖകരമാണ് ആ ജീവിതം എന്നാലോചിച്ചു. ബാപ്പ നഷ്ടപ്പെട്ട് ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ചു കഴിഞ്ഞ് വളരെ ചെറുപ്പത്തിൽ ഉമ്മ മരണപ്പെട്ട്, ഒരു ഭൃത്യ മദീനയിൽ നിന്ന് എത്രയോ വഴി ദൂരമുണ്ട്. അന്നത്തെ കാലത്താണെങ്കിൽ ഈ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് കുഞ്ഞിനെ എത്തിക്കണം. ആ യാത്രയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സദസ്സിലിരിക്കുമ്പോ ആ യാത്രയെ പറ്റി ആലോചിച്ചാൽ തന്നെ അള്ളാഹു ആ ആലോചനക്ക് പ്രതിഫലം നമുക്ക് തരും. ജനിക്കുന്നതിന് മുമ്പ് ബാപ്പ മരിച്ച് ആ ബാപ്പാനെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഉമ്മ മദീനയിൽ പോയിട്ട് 1 മാസം താമസിച്ച് മോനെയും കൊണ്ട് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് മരണപ്പെട്ട്, ദീർഘമായ മരുഭൂമിയിൽ വഴി താണ്ടിയിട്ട് മക്കയിൽ തിരിച്ചെത്തിക്കുന്നത് ഒരു ഭൃത്യയാണ്. കൂടെ പോയപ്പോൾ ആമിന കൂടെ കൂട്ടിയിരുന്ന വീട്ടിലെ ജോലിക്കാരി, ആ വീട്ടിലെ ജോലിക്കാരിയുടെ കൂടെ ദിനരാത്രങ്ങൾ താണ്ടിയിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. പൂർവാഹനത്തിലെ പ്രകാശത്തെ കൊണ്ട് സത്യം, വല്ലൈലി ഇദാ സജാ രാത്രിയെ കൊണ്ട് സത്യം, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ നബിയേ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല. വലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ ആദ്യത്തേതിനേക്കാൾ അവസാനം, തുടക്കത്തേതിനേക്കാൾ അന്ത്യം, ഇഹത്തേക്കാൾ പരലോകമല്ലയോ അങ്ങേക്ക് ഉത്തമം നബിയെ മുസ്തഫ. അലം യജിദ്ക യതീമൻ ഫആവാ നബിയെ നിന്നെ യതീമായിട്ടായിരുന്നില്ലയോ കണ്ടെത്തിയത്, എന്നിട്ട് അല്ലാഹു നിനക്ക് അഭയം നൽകിയില്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകാവസാനം വരെ ഓതുന്ന ഖുർആനിൽ കോടാനുകോടി വരുന്ന മുസ്ലിം സമൂഹം പാരായണം ചെയ്യുന്ന സൂക്തങ്ങളിൽ എത്രയോ നബി മദ്ഹുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ. പരിശുദ്ധ റസൂലിനെ അല്ലാഹു പ്രകീർത്തിച്ച ഭാഗങ്ങൾ ഖുർആനിൽ നിരവധിയാണ്. ആ കൂട്ടത്തിൽ ഈ ആയത്തിലൂടെ കണ്ണ് പോകുമ്പോ കണ്ണ് തടയണേ, ഹൃദയമൊന്ന് വിതുമ്പണേ. നീ യതീമായിരുന്നില്ലയോ നബിയേ, അല്ലാഹു നിങ്ങൾക്ക് അഭയം നൽകിയില്ലയോ, അല്ലാഹു രക്ഷ നൽകിയില്ലയോ, അല്ലാഹു കാത്തുരക്ഷിച്ചില്ലയോ പരിശുദ്ധ റസൂലേ. അലം യജിദ്ക യതീമൻ ഫആവാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ച അത്ഭുതകരമായിട്ടുള്ള ആ യതീമിന്റെ ജീവിതം. 6-ാമത്തെ വയസ്സിലാണ് ഉമ്മ മരണപ്പെടുന്നത്. ജനിച്ചു നോക്കുമ്പോ പിതാവ് ജീവിച്ചിരിപ്പില്ല. അത് കഴിഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് എത്തി. പിതാമഹൻ വലിയ സ്നേഹം നൽകി. പാപ്പയില്ലാത്ത പൊന്നുമോനെ പേരക്കുട്ടിയെ അബ്ദുൽ മുത്തലിബ് പ്രത്യേകം ശ്രദ്ധിച്ചു വളർത്തി. അപ്പോഴും ഉണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്ദുൽ മുത്തലിബിന് ചെറിയ ഇളയ മക്കളുണ്ട്. ഹംസ റസൂലുള്ളാഹിന്റെ എളാപ്പ ചെറിയ കുട്ടിയാണ്. അത് അബ്ദുൽ മുത്തലിബിന്റെ ഖാല എന്ന ഭാര്യയിലുള്ള മകനാണ്. അബ്ബാസ് റസൂലുള്ളാഹിന്റെ വേറൊരു എളാപ്പ, അത് അബ്ദുൽ മുത്തലിബിന്റെ നതീല എന്ന ഭാര്യയിലുള്ള മകനാണ്.
ഇവർ രണ്ടാളും കുട്ടികളാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം അബ്ദുൽ മുത്തലിബിന് സ്വന്തം മക്കളായ ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് വാത്സല്യം അങ്ങോട്ട് കൂടുതൽ പോവും, സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. എന്നാലും അബ്ദുൽ മുത്തലിബ് പരിശുദ്ധ റസൂലിനെ ഏറെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ബാപ്പല്ലാത്ത മകൻ അബ്ദുള്ള എന്ന മകൻ ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊരു സ്നേഹം ഉണ്ടായി. എന്നാലും അബ്ദുൽ മുത്തലിബ് ഖുറൈശികളുടെ നേതാവായിരുന്നു, വളരെ തിരക്കുള്ള ആളായിരുന്നു. കഅബയിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം അബ്ദുൽ മുത്തലിബിനായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് നബിയുടെ ലോകം ദുഃഖിതമാണ്, പുണ്യ റസൂലിന്റെ ലോകം സങ്കടങ്ങൾ നിറഞ്ഞതാണ്. അന്നത്തെ കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ ജീവിതത്തിന്റെ സങ്കടം അറിഞ്ഞ ഒരാളെ ഉള്ളൂ. അബ്ദുൽ മുത്തലിബും അല്ല, അബൂ താലിബും അല്ല, ഹംസി അല്ല, അബ്ബാസും അല്ല, ആ വേലക്കാരിയായ പെണ്ണാണ്. ഉമ്മല്ല, ഉപ്പല്ല, ആരുമില്ല. ആ വലിയ വീട്ടില് ഒറ്റക്ക് കഴിയുന്ന ഈ കുഞ്ഞിന്റെ സങ്കടങ്ങൾ അറിഞ്ഞത് ഈ വേലക്കാരിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേലക്കാരിയെ വിളിച്ചു ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മ എന്ന് അവരെ പരിശുദ്ധ റസൂൽ പേരിട്ട് വിളിച്ചു. ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. പക്ഷേ പരിശുദ്ധ റസൂലിന്റെ സങ്കടങ്ങൾക്ക് അവസാനമാകുന്നില്ല. അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. അബ്ദുൽ മുത്തലിബ് മരിച്ച ദിവസം അന്ത്യചടങ്ങുകൾ നടക്കുന്ന നേരം പരിശുദ്ധ റസൂല് ഏങ്ങലടിച്ച് കരഞ്ഞു. സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി. കാരണം ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഈ കൊച്ചുകുട്ടിയുടെ ആലംബമായിരുന്നു ബാപ്പയുടെ ബാപ്പയായ പിതാമഹൻ. ആ പിതാമഹൻ കഅബയുടെ തെരുവിൽ ഒരു വിരി വിരിച്ചിട്ട് പരിശുദ്ധ റസൂലിനെ ഒരു പ്രത്യേക ഇരിപ്പിടത്തിൽ ഇരുത്തുമായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഒരു പ്രത്യേക കസേരട്ടിട്ട് അതിൽ റസൂലുള്ളാഹിനെ ഇരുത്തും. ആളുകൾ ചോദിക്കും, ഈ കുട്ടി എന്താ? ഈ കുട്ടി നേതാവാകാൻ ജനിച്ച ആളാണെന്ന് അബ്ദുൽ മുത്തലിബ് പറയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം അബൂ താലിബിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസ്ഹാബിഹി വസല്ലം വന്നു. പിതാവിന്റെ സഹോദരനായ അബൂ താലിബ്, വളരെ വലിയ സ്നേഹം അബൂ താലിബ് പരിശുദ്ധ റസൂലിന് നൽകി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആട് മേക്കുക, ആടിനെ കറക്കുക, വീട്ടുജോലി ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു അന്നത്തെ റസൂലുള്ളാഹിന്റെ ജീവിതം. ആട് മേക്കുക, അത് ലോകത്ത് പ്രവാചകന്മാരൊക്കെ ചെയ്ത പണിയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട്. ഒരു നേതാവ്, ഒരു പ്രവാചകൻ വലിയൊരു ഇടയനാണ്, വലിയൊരു ആട്ടിടയനാണ്. വലിയ ജനക്കൂട്ടമാകുന്ന ഒരു പറ്റത്തെ, ആട്ടിൻ പറ്റത്തെ മുന്നോട്ട് നയിക്കുന്ന ആളാണ്. ആ ആടിനെ നോക്കണമെങ്കിൽ നല്ല ക്ഷമയുമാണ്. ഈ ലോകത്ത് ഒരു മൃഗത്തെ നോക്കുന്നതിൽ ഏറ്റവും ക്ഷമ വേണ്ടത് ആടിനെ നോക്കാനാണ്. പശുവിനെ നോക്കണക്കാളൊക്കെ ആട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അടങ്ങറാക്കും ചില നേരത്ത്. ആടിൻ്റെ ഒരു സ്വഭാവം, തിന്നണ്ടെന്ന് പറഞ്ഞ സാധനം അതാണ് ആട് ആദ്യം പോയിട്ട് തിന്നത്. നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന വല്ല ചെടി ഉണ്ടെങ്കിൽ ആട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ ആട് അങ്ങോട്ട് പോകും. ആടിന് എന്തെങ്കിലും അങ്ങോട്ട് കാട്ടാൻ ശ്രമിച്ച ആട് ഇങ്ങോട്ട് പ്രതികരിക്കും. അപ്പൊ ആടിനെ ഒരുവിധം മെരുക്കണോന് ഒരുവിധം കൗമിനൊക്കെ മെരുക്കാൻ കാര്യമായ പ്രയാസം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ തന്നെ ആട് മേച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ ആട് മേച്ച പോലെ ഞാനും ആട് മേച്ചിട്ടുണ്ട്, ഞാൻ അജിയാദിൽ ആട് മേക്കുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ അജിയാദ് എന്ന് പറയുന്നത് മക്കയിൽ ഇപ്പോഴുള്ള ഒരു സ്ഥലമാണ്. ഞാനൊരിക്കൽ അജിയാദിൽ ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. ഹറമിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ഹോട്ടലിന്റെ പേര് തന്നെ അജിയാദ് എന്നാണ്. അജിയാദിൽ ഞാനും ആട് മേച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ സ്ഥലങ്ങളൊക്കെ അവിടെ തന്നെ ഇപ്പോഴുള്ള ചരിത്ര പ്രദേശങ്ങളാണ്. അത്ഭുതകരമായ വ്യക്തിത്വമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം വളർന്നു. ഹലീമയോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കാത്തു സൂക്ഷിച്ചു. ഹലീം എപ്പോഴെങ്കിലും വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഷാള് വിരിച്ചിട്ട് അതിലായിരുന്നു ഹലീമയെ ഇരുത്താറുണ്ടായിരുന്നത്.
ഒരിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്ത ശേഷം അറബ് നാട്ടിൽ വലിയ ക്ഷാമുണ്ടായപ്പോൾ ഹലീമ റസൂലുള്ളാഹിനെ കാണാൻ വന്നു. 40 കന്നുകാലികളെയും ഒരു ഒട്ടകത്തെയും സമ്മാനിച്ചു ഹലീമക്ക്. ആ ഒട്ടകത്തിന്റെ മുകളിൽ നിറയെ ഇഷ്ടം പോലെ വെള്ളം ശേഖരിച്ചിട്ടാണ് ഹലീമക്ക് കൊടുത്തയച്ചത്. ക്ഷാമായിരുന്നു, വെള്ളത്തിന് വളരെ ക്ഷാമുള്ള കാലമായിരുന്നു, വെള്ളത്തിനും ആഹാര സാധനങ്ങൾക്കൊക്കെ. ഒട്ടകത്തിന്റെ മുകളിൽ ഇഷ്ടം പോലെ വെള്ളവും 40 കന്നുകാലികളെയും ഹലീമക്ക് സമ്മാനിച്ചു പരിശുദ്ധ റസൂൽ. മദീനയിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാരുടെ കാര്യം അന്വേഷിക്കുമ്പോൾ അതാ ഒരു തടവുകാരി വന്നിരിക്കുന്നു. നോക്കുമ്പോൾ ഷൈമയാണ്. ഹലീമ പാലൂട്ടിയിരുന്ന സമയത്ത് കൂടെ മുല കുടിച്ചിരുന്ന ഹലീമയുടെ മകൾ ഷൈമ യുദ്ധ തടവുകാരിയായിട്ട് പിടിക്കപ്പെട്ട് വന്നിരിക്കുകയാണ്. ഷൈമയെ കണ്ടപാടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ബാല്യകാലം ഓർത്തു, തന്റെ ശൈശവകാലം ഓർത്തു. ഷൈമയെ വളരെ ബഹുമാനിച്ചു, ഷൈമയെ മോചിപ്പിച്ചു, ഷൈമയെ വെറുതെ വിട്ടു, ഷൈമയോട് വലിയ സ്നേഹം കാട്ടി. പരിശുദ്ധ റസൂൽ കാരുണ്യമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നദ്ദുആ മൗഖൂഫുൻ ബൈനസ് സമാഇ വൽ അർളി, അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ദുആ ആകാശത്തിനും ഭൂമിയുടെ ഇടയിൽ അവിടെ തങ്ങും, മുകളിലേക്ക് പോവില്ല. ഇന്നദ്ദുആ മൗഖൂഫുൻ ബൈനസ് സമാഇ വൽ അർളി, നിങ്ങളുടെ ദുആ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അവിടെ തങ്ങും. ലാ യസ്അദു മിൻഹു ഷൈഉൻ, അതിൽ നിന്നൊരു വാക്ക് പോലും മേലോട്ട് വരൂല, അല്ലാഹുവിന്റെ അടുക്കൽ എത്തൂല. ഹത്താ തുസല്ലി അലാ നബിയിക, നീ നിന്റെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരെ സല്ലല്ലാഹു അലൈഹി. ഇതൊക്കെയാണ് ദീൻ. ബാങ്ക് മുഴങ്ങണമെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്ഭുതല്ലേ. നിസ്കരിക്കാൻ ജനങ്ങളെ ക്ഷണിക്കണമെങ്കിൽ അതിലും വേണമല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മിനാരങ്ങളിൽ ഈ പേര് മുഴങ്ങണം, മിമ്പറുകളിൽ ഈ പേര് മുഴങ്ങണം, മെഹ്റാബുകളിൽ ഈ പേര് മുഴങ്ങണം, ജനിക്കുമ്പോ കുഞ്ഞിന്റെ കാതിൽ ഈ പേര് മുഴങ്ങണം. ഓരോ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിലും അത്തഹിയ്യാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഈ നബിയുടെ പേര് അത്തഹിയ്യാത്തിലും മുഴങ്ങണം, നിന്റെ ഓരോ ദുആയിലും മുഴങ്ങണം. ജുമുഅക്കാണെങ്കിൽ രണ്ടാമത്തെ ഖുതുബയിൽ നീ പ്രത്യേകിച്ച് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതിനേക്കാളൊക്കെ വലിയ ദൃഷ്ടാന്തം മറ്റൊന്നാണ്. നീ ഈ ഭൂലോകത്ത് നിന്ന് മരണപ്പെട്ടാൽ നിന്റെ മയ്യിത്ത് പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് മസ്ജിദിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഖബർസ്ഥാനിൽ ഖബറടക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന് വേണ്ടി ആളുകൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോ ദുഃഖത്തോടെ കൂടിയവർ സങ്കടത്തോടെ നിനക്ക് ഒടുക്കത്തെ വിടവാങ്ങൽ നൽകുമ്പോ ഒരു തക്ബീറത്തുൽ ഇഹ്റാം നബിയുടെ മേലുള്ള സലാത്തിന് വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, അത് മുഖവുരയാണ്. ഏത് പ്രാർത്ഥനയുടെയും മുഖവുരയാണ്, അത് ഏത് പ്രാർത്ഥനയുടെയും തുടക്കമാണ്. രണ്ടാമത്തെ തക്ബീറിന് ശേഷം മറ്റൊന്നും പറയേണ്ടതില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നീ ലോകത്തുനിന്ന് പോകുമ്പോ നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് നിന്റെ മയ്യത്തിന്റെ മുമ്പിലും പരിശുദ്ധ റസൂലിന്റെ പേര് മാത്രമല്ല അവിടുത്തെ സലാത്തും മുഴങ്ങണം. അതുകൊണ്ട് ഈ വിനീതൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്, ദീനെന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.